الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء ومعلم البشرية من لدن الحكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. ഏതിൽ പുരുഷരായ മഹർവ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത്. റബീഉൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം വസന്തം എന്നാണ്. അവ്വല് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് വരെ. ഈ മാസത്തിൽ നമ്മളൊക്കെ ഒന്ന് സന്തോഷിക്കണം, ഈ മാസത്തിൽ ഒന്ന് ആഹ്ലാദിക്കണം, അതിനുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം കൊണ്ട്, അപദാനങ്ങൾ കൊണ്ട് പാടിയിട്ട്, പാട്ടുകളൊക്കെ പാടി ആലപിച്ചുകൊണ്ട്, അന്തരീക്ഷം ഇതുപോലെ അവയുടെ കളകളാരവം കൊണ്ട് ശബ്ദം ഉണ്ടാക്കി തീർക്കുന്നു. അതേപോലെ നമ്മളും ശബ്ദം ഉണ്ടാക്കണം. അതേപോലെ തന്നെ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല മണം തരൂര്. നമുക്ക് നമ്മൾ ചന്ദനത്തിൽ എത്തിച്ചിട്ടോ ഉരുവാങ് എത്തിച്ചിട്ടോ എന്താ സുഗന്ധ വസ്തുക്കൾ എന്ന് വെച്ചാൽ അതൊക്കെ പുകച്ചിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നല്ല സൗരഭ്യം ഉണ്ടാക്കണം. അപ്പോഴാണ് ഇത് വസന്തമാവുക, ഇത് റബീആവുക. അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അവർ ബേജാറാകാണ്, ഇത് വലിയ ബുദ്ധിമുട്ട്, ഇത് വിധേയത്താവോ ശിർക്കാവോ എന്നൊക്കെ ഒരു ബേജാറുണ്ടാവുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കും വല്ലാതെ പറയുമ്പോൾ നല്ല വാചാരമായിട്ട് ചില ആൾക്ക് പ്രസംഗിക്കാൻ പറ്റും. ചില ആൾക്കാർ നല്ല വാചാരമായിട്ട് പ്രസംഗിച്ചാൽ നമ്മളെ മനസ്സിൽ വല്ലാതെ ഇതില്ലെങ്കിൽ ഇളക്കുണ്ടാവും. ഈ പകർച്ചവ്യാധിയുള്ളവർക്ക് പ്രതിരോധ ശേഷിയുള്ള എല്ലാത്തിലും പോകാൻ പാടില്ല അല്ലേ? ഒരു പകർച്ചവ്യാധിയുള്ള സ്ഥലത്തേക്ക് പ്രതിരോധശേഷി ഇല്ലെങ്കിൽ പോകരുത്, ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം. അതേപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം. നമ്മുടെ മനസ്സിൽ വേണ്ടത്ര കൂളില്ലെങ്കിൽ നമ്മൾ വേറെ ഓരോരുത്തർ ഭയങ്കര വാചാരായിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ അതാണ് കേൾക്കാതെ നിന്നാൽ മതി. പക്ഷെ കേൾക്കാതെക്കാൻ പറ്റുമോ? നമ്മൾ ചൂടിക്കൊന്നും ഇങ്ങനെ അലച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുക. കേൾക്കുന്നതിന്റെ കൂടെ അതിന്റെ മറുവശങ്ങളൊക്കെ മനസ്സിലാക്കണം. ആരെങ്കിലും പറയുമ്പോൾ അഭിപ്രായം പോകരുത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, സിറാത്തുൽ മുസ്തഖീമാണ്. സിറാത്തുൽ മുസ്തഖീമിലാണ് നമുക്ക് പോകേണ്ടത്. ഇതിനെ സിറാത്തുൽ മുസ്തഖീം 5 നേരം നമ്മൾ പടച്ചവനോട് പറയണേ, പിന്നെ സുന്നത്ത് സ്കരിക്കുമ്പോഴൊക്കെ പറയണേ. ഇത് എന്താ കാരണം വെച്ചാൽ ഫാത്തിഹ സൂറത്തിൽ ആകെ ഈ പ്രാർത്ഥനയുള്ളത്, ബാക്കിയുള്ളതൊക്കെ അള്ളാന്റെ പ്രകീർത്തനങ്ങളൊക്കെയാണ്. ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പിഴക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അള്ളാഹു തആല മനുഷ്യനെ പഠിച്ചപ്പോൾ തന്നെ ഇബ്ലീസിനെയും പഠിച്ചിരിക്കണല്ലോ. ഇബ്ലീസിനെയും പഠിച്ചിരിക്കണം. മനുഷ്യനെ പഠിച്ചപ്പോൾ തന്നെ ഇബ്ലീസിനെ ഒപ്പം അങ്ങ് പറഞ്ഞയച്ചിരിക്കണം. കാരണം ഇബ്ലീസ് ഒപ്പം അല്ലെങ്കിൽ ഇതിനൊരു നേലിയൊന്നും ഉണ്ടാവില്ല. ഒരു ടീം മാത്രം പങ്കുവെച്ചാൽ ആരെ കാണാൻ കിട്ടുക? ഒരു ഓപ്പോസിറ്റ് വേണ്ടേ? എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴേ മറ്റേന് വളർച്ച ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ വളരൊന്നുമില്ല. അപ്പൊ അത് ഓപ്പോസിറ്റ് വേണം. അതുകൊണ്ട് മനുഷ്യനെ പ്രവർത്തിക്കാനായിട്ട് ഇബ്ലീസിനെ അല്ലാഹു തആല പറഞ്ഞയച്ചിരിക്കുന്നു. ഇബ്ലീസിന്റെ പണി തന്നെ പ്രധാനമായിട്ടും പള്ളിക്കൈക്കാരം, നല്ല നല്ല സ്ഥലങ്ങളേക്കാരം. നല്ല നല്ല സ്ഥലങ്ങളിലാണ് ഇബ്ലീസിന്റെ പണി. അല്ലാത്തടത്ത് ഇബ്ലീസിന് എന്താ പണി? ഇപ്പൊ കളിഷാപ്പിന്റെ ഉള്ളിൽ ഇബ്ലീസിന് എന്താ പണി? അതൊന്നും ഒരു വ്യാപിച്ച് അവിടെ എത്തിക്കഴിഞ്ഞല്ലോ, പിന്നെ അതിന്റെ ഉള്ളിൽ പണിയൊന്നും ഉണ്ടാവില്ല. സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ ഇബ്ലീസിന് എന്താ പണി? ഒക്കെ അവിടെ പോയി കഴിഞ്ഞു, പിന്നെ അവിടെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ നല്ല ആൾക്കാർ, ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാർ കൂടുന്നതൊക്കെ ഇബ്ലീസ് ഒന്ന് അങ്ങോട്ട് പ്രവർത്തിക്കാൻ നോക്കുക. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇബ്ലീസ് തടസ്സങ്ങൾ ഉണ്ടാക്കും. അത് പല നിലക്കും തടസ്സങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ള, പൂർവികമായി മനസ്സിലാക്കി പോന്നിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അതിനൊരു അടിസ്ഥാനം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ബാക്കിയുള്ളതിന് അടിസ്ഥാനം ഉണ്ടാവില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആൾക്കാരോട് ചോദിക്കൂലേ, ആൾക്കാരോട് പറയാലോ, അത് ആരെ പറഞ്ഞെന്ന് ചോദിച്ചു അല്ലേ? എന്നോട് ഇന്നാൾ മരിച്ചു പറയും, ആരെ പറഞ്ഞു? അല്ല പിന്നെ ഇങ്ങനെ പിന്നെ ഡീസലിന് വില കൂടി, ആരെ പറഞ്ഞു? ഏത് കാര്യമാണ്, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലൊക്കെ മൊബൈലിന് ചിലരൊക്കെ ഡബിൾ ആക്കിയിരിക്കണേ ചാർജ്, ആരെ പറഞ്ഞത്? എന്ത് ചോദിക്കുകയാണെങ്കിലും ആരെ പറഞ്ഞതെന്ന് ചോദിക്കുമല്ലോ. ഈ ആരെ പറഞ്ഞത് ചോദിക്കണത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് പറയുന്നതിനൊരു അടിസ്ഥാനം ഉണ്ടാവണം. ആ അടിസ്ഥാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെവിടെയാണ്?
നമ്മുടെ കേരളത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്കാണ് എത്തും, അവിടേക്കാണ് എത്തും. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ അവിടേക്ക് എത്തൂല. ഒരു ഉദാഹരണം പറഞ്ഞോളൂ, നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പിന്നെ SKSSF ഒക്കെ നേതൃത്വത്തിലായതുകൊണ്ട് അവിടേക്ക് പറ്റിയ രീതിയിൽ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ കേരളത്തിൽ ഇപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ നമുക്ക് ആലിക്കുട്ടി മുസ്ലിയാരെ പറയാം. ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ EK അബൂബക്കർ മുസ്ലിയാർ, ശംസുലുലമായ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാം. EK അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിയത്ത് മുസ്ലിയാർ എന്ന് പറയാം. കണ്ണിയത്തിന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാലോ കണ്ണിയത്തിന്റെ ഉസ്താദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണെന്ന് പറയാം. കുത്തുബിയുടെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ അങ്ങനെ പോയി ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി അവിടെ അങ്ങനെ പുറത്തേക്ക് പോയി ഇങ്ങോട്ട് കട്ടാങ്ങര കുട്ടി മുസ്ലിയര് അരി വളപ്പിലെടുത്തു അബ്ദുൽ അസീസ് മുസ്ലിയര് അങ്ങനെ പിന്നോട്ട് പറഞ്ഞുകാണ്ട് നമുക്ക് സൈനുദ്ദീൻ മഖ്ദൂമാരെടുത്ത് കേട്ടാം. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അപ്പൊ അവരുടെ ഉസ്താദ് ആരാന്നൊക്കെ ചോദിച്ച് പിന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ തുഹഫ എന്ന് പറഞ്ഞ വലിയ മഹത്തായ ഫിഖ് ഗ്രന്ഥമൊക്കെ രചിച്ചിട്ടുള്ള മഹാപണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി. അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പിന്നോട്ടങ്ങോട്ട് എത്തുന്ന സമയത്ത് എവിടെക്കെത്തും നമ്മളെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലേക്ക്. ഇമാം ഷാഫിയിൽ നിന്ന് പിന്നോട്ട് ഇമാം മാലിക്കിലേക്ക് എത്തുന്നു. ഇമാം മാലിക്കിൽ നിന്ന് പിന്നെ ഇമാം നാഫിഇയിലേക്ക് എത്തുന്നു. ഇമാം നാഫിയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നു. ആലിക്കുട്ടി മുസ്ലിയാരിൽ നിന്ന് എണ്ണീറ്റ് ഈ പരമ്പര നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാൻ പറ്റും. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കരെ ഞാൻ ജമാഅത്ത് മുജാഹിദ് എന്നുള്ളത് പറയല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുജാഹിദീങ്ങളെ ഉസ്താദന്മാരെ എണ്ണി അങ്ങനെ അവസാനം KM മൗലവിന്റെ അടുത്ത് എത്തും. KM മൗലവിന്റെ അടുത്ത് എത്തിയാൽ പിന്നെ അപ്പുറത്താരുള്ളത് ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി. കുഞ്ഞഹമ്മദാജിയോടുകൂടി KM മൗലവിയിലേക്ക് മുറിഞ്ഞു. കാരണം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പിന്നെ കർമ്മധീരനായിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദർസ് നടത്തിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് പല ആൾക്കാർക്കൊക്കെ പരിചയമുള്ളതാണ്. അദ്ദേഹം ദർസ് നടത്തിയ സ്ഥലത്തും കാളിയരായി നിന്ന സ്ഥലത്തൊക്കെ മൂപ്പര് മൗലൂദ് ഓതിയതും അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയെന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിന്റെ അടുത്ത് എത്തിയതോടുകൂടി നിന്നു. പിന്നെ അപ്പുറത്തേക്കാണ് പോകണില്ല, തടഞ്ഞോടെ. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അബുല്ലാല മൗദൂദിക്ക് ഉസ്താദ് തന്നെയല്ല, അദ്ദേഹത്തിന് ഉസ്താദ് തന്നെയല്ല. അപ്പൊ പിന്നെ എങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് എത്തുക? അപ്പൊ നമുക്ക് തന്നെ എത്തണ്ടേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ നോക്കണ്ടേ? അപ്പൊ ഈ പരമ്പര അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലാണുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ? നിങ്ങൾ നോക്കി, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്താ വഴി എന്ന് പറഞ്ഞാല് സിറാത്തുൽ മുസ്തഖീമിലൂടെ നീ ഞങ്ങളെ നയിക്കണേ എന്ന് പറയുമ്പോൾ സിറാത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വഴി എന്നാ. വഴി എന്ന് പറഞ്ഞാൽ എന്താ? ആരെയും നടന്നതിനെ വഴി എന്ന് പറയുള്ളൂ, നടക്കാത്തിന് വഴിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിലാണ് ജയിക്കളാണ് അല്ലെ, ഇതിലാണ് ജയിക്കളാന്ന് പറയും. ഇതിലാണ് ജയിക്കാനേ പറയാൻ പറ്റുള്ളൂ. ഈ വഴിക്ക് കൂടിയിൽ പോകാൻ പറ്റില്ല. വഴി കൂടി പറയണമെങ്കിൽ എന്താ? കുറെ ആള് നടന്നതാവണം, അതിനല്ലേ വഴി എന്ന് പറയാം, അപ്പോഴല്ലേ വഴി ഉണ്ടാവുള്ളൂ. അപ്പൊ പൂർവികരായിട്ടുള്ള ആൾക്കാർ നടന്ന് പോകുന്നതാ വഴി. അതാ സിറാത്തുൽ മുസ്തഖീം, നേർക്കുനേരുള്ള വഴി എന്ന് അല്ലാഹു തആല പറ്റി പറഞ്ഞത്. ഈ നേർക്കുനേരുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റേത്. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നടപടിക്രമങ്ങൾ വളരെ ചരിത്രപരമായി വളരെ പണ്ട് മുതൽക്ക് തന്നെ നമ്മൾ ആചരിച്ച് നമ്മൾ വിശ്വസിച്ചു പോരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്നെ ഇവിടെ വന്നിക്കണേ. റസൂലുള്ളാഹിന്റെ കാലത്ത് വന്ന ഇസ്ലാമാ കേരളത്തിലുള്ളത്. പിന്നെ കേരളത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അബുലാല മൗദൂദിന്റെ ഇത് പാകിസ്ഥാനിലാണ്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ചരക്ക് ഇറക്കുമതി ചെയ്യലപ്പോഴാ പീടിയിൽ കച്ചവടക്കാർക്കൊക്കെ പരിചയമുള്ളത്. കാരണം സ്റ്റോക്ക് നോക്കുമല്ലോ അല്ലെ, ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇറക്കുമതി ചെയ്യുന്നത്. സ്റ്റോക്കൊന്നും നോക്കിയിട്ട് ഉണ്ട് എന്ന് മനസ്സിലായ പിന്നെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിയായ തരത്തിലുണ്ട്, നമ്മളെ അടുത്തുണ്ട് ഇസ്ലാം ദീൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിയുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട, പിന്നെ ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട, പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് മറ്റേ നജിദിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ട്. നജിദിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന, ഞങ്ങളുടെ ഷാമിന് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. യമനിനും ബർക്കത്ത് ചെയ്യാൻ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ, ഞങ്ങളുടെ ഷാമിന് ബർക്കത്ത് ചെയ്യണേ, യമനിന് ബർക്കത്ത് ചെയ്യണേ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഈ വഫീ നജ്ദിനാന്നും കൂടി പറഞ്ഞൂടെ? അപ്പോൾ റസൂൽ ആവർത്തിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ, ആവർത്തിച്ചു. അതിലും നജിദ് പറഞ്ഞില്ല. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താ ഇപ്പൊ നജിദിനാന്ന് പറയാത്തത്?
മിൻഹാ ഖത്ലു ഖർനു ശൈത്താൻ, അവിടുന്നാണ് ശൈത്താന് കൊമ്പ് മുളക്കുക. നജിദിന്നാണ് ശൈത്താന് കൊമ്പ് മുളക്കാനേ. അപ്പൊ എന്തേ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം, നജിദിന്നാണല്ലോ, നജിദിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ്ടാന്ന് അതാ പറയാൻ കാരണം. എന്തിനാ ശൈത്താന് കൊമ്പ് മുളച്ചു കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണതേ? അപ്പൊ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് രാജാവ് പോയതും മാലിക് ദിനാർ സംഘം ഇങ്ങോട്ട് വന്നതും ഒക്കെ നമുക്ക് അറിയുന്ന കഥയാണല്ലോ. അപ്പൊ ആ കാലഘട്ടം മുതൽക്ക് തന്നെ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. മറ്റുള്ള വഴി പിന്നീട് നജിദിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നത്, പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നത്, അതല്ലെങ്കിൽ മറ്റേ ഈജിപ്തിൽ നിന്ന് പിടിച്ചുകൊണ്ടത്, ഇതൊന്നും ആവശ്യമില്ല. കാരണം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് എന്തിനാ നമ്മൾ അഭിപ്രായം മാറ്റാൻ നിൽക്കണേ? അഭിപ്രായം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാരൊക്കെ പറയുന്നതനുസരിച്ച് അഭിപ്രായം മാറ്റുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റേണ്ടി വരും? മുമ്പ് പഞ്ചതന്ത്രത്തിലൊരു കഥ പറയലും, ഒരു വാപ്പിമാരും ഒരു തന്തി മകനും കൂടിയിട്ട് ഒരു കൈതപ്പുറത്ത് ഇങ്ങനെ പോവാം. അപ്പൊ ആൾക്കാർ പറഞ്ഞു വല്ലാത്തൊരു കഷ്ടം തന്നെ, ആ തന്തി മകനും കൂടി ആ സാധു കൈതന്റെ പുറത്ത് കയറും. അതിൽ രണ്ടാളും ഇറങ്ങി നടന്നു. അപ്പൊ ആൾക്കാർ പറഞ്ഞു എന്ത് മനുഷ്യന്മാരാണ്, ഇതൊരു കൈതുണ്ടായിട്ട് രണ്ടാളും നടക്കേ. അതിന് ബാപ്പ കൈതപ്പുറത്ത് മകൻ നടക്കുക. അപ്പൊ ആൾക്കാർ പറഞ്ഞു വല്ലാത്തൊരു തന്നെയാണ്, ആ കുട്ടീനെ നടത്തിയാണ് മൂപ്പര് കൈതപ്പുറത്ത് കയറും. അപ്പൊ മകൻ കയറിയിട്ട് ബാപ്പ ഇറങ്ങിയായിരുന്നു. എന്തൊരു ചെറുക്കാനാണ്, ഒരു മര്യാദ ഇല്ലാതെ തണ്ട നടക്കാൻ ഓൻ കൈതപ്പുറത്തായിരുന്നു. എന്ത് പറഞ്ഞാലും ആൾക്കാർ അഭിപ്രായം പറയും. പിന്നെ അപ്പൊ എന്താ അവസാനം രണ്ടാളും കൂടി കൈതനെ ഏറ്റി. അല്ലാപയ്യ എന്നുവെച്ചാല് ഈ പറയുന്നതിനനുസരിച്ച് നമ്മൾ അഭിപ്രായം മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോന്നും പറയും. അത് വേണ്ടല്ലോ. നമുക്ക് പണ്ട് മുതൽക്കേയുള്ള ഒരു രീതി ഇവിടെ ഉണ്ടാവുമ്പോൾ അത് പ്രമാണയോഗ്യമാണെങ്കിൽ, അതിന് ചരിത്രമുണ്ടെങ്കിൽ, അതിന് പാരമ്പര്യമുണ്ടെങ്കിൽ അതിലവിടെ നിന്നാ പോരെ. അപ്പൊ അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് വളരെ പരമ്പരാഗതമായിട്ട് തന്നെ നമുക്കുള്ളതാണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ പെരിന്തൽമണ്ണയില് ഒരു ആശുപത്രിക്ക് പോയി. പിന്നെ അവിടെ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാ. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ബാങ്ക് കേട്ടു. ബാങ്ക് കേട്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ അത് പിന്നെ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ അത് മുജാഹിദീങ്ങളുടെ പള്ളിയാണ്. അപ്പോൾ ഒരാളൊന്നും പ്രസംഗിക്കുന്നുണ്ട് അവിടെ. ഒരു മൗലവി, വളരെ പ്രസിദ്ധനായിട്ടുള്ള മൗലവിയാണ്, നല്ല പ്രസംഗിക്കാനൊക്കെ വയ്ക്കണേ, പേര് ഞാൻ പറയില്ല. ഏതായാലും പിന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയണേ ഒരു ഹദീസ് ഓതിയിട്ടാണ് പ്രസംഗിക്കുന്നത്. സവ്വു സുഫൂഫക്കും, നിങ്ങൾ സെഫ് നന്നാക്കിയിട്ട് നിൽക്കണം. നമ്മൾ ഊതിനെ തന്നെയാണ് നിസ്കരിക്കുന്ന സമയത്ത് സവ്വു സുഫൂഫക്കും റഹ്മത്തുള്ളാഹി നമ്മളെ ഇമാമും പറയലില്ലേ. അപ്പൊ സവ്വു സുഫൂഫക്കും, നിങ്ങൾ സെഫ് നന്നാക്കി നിൽക്കണം. ആ ഹദീസിന്റെ അവസാനം ഫൈനി അറാക്കുമിൻ വറായി ലഹരീന, ഫൈനി അറാക്കുമിൻ വറായി ലഹരി എന്നുള്ളതിന്റെ അർത്ഥം പറയണില്ല. 2-3 പ്രാവശ്യം ഹദീസ് ഓതി ഫൈനി അറാക്കുമിൻ വറായി ലഹരി എന്ന് ചേർത്തിട്ട് തന്നെ ഓതിയത്. പക്ഷെ അർത്ഥം പറയണില്ല. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതൊക്കെ അർത്ഥം പറഞ്ഞു സ്വപ്പം നന്നാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നന്നായി പ്രസംഗിച്ചു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിച്ചോളം ഇതിന്റെ അർത്ഥം പറഞ്ഞില്ല. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കി ഇയാളെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ കോഴിക്കോട്ട് ഇങ്ങനെ പോരുമ്പോ പിന്നെ ഈ പ്രസംഗിച്ച ഖത്തീബ് ബസ്സിലുണ്ട്. അയാളുടെ അടുത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അയാളെ ഘടകാലത്തിന്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു മൂപ്പരടുത്ത്. എന്നപ്പോ മൂപ്പര് സലാം പറഞ്ഞു, അലൈക്കും സലാമൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ പിന്നെ എന്നെ അറിയും, നേരത്തെ ഞങ്ങൾ പരിചയമുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഒരു വർത്താനം എങ്ങനെ ചോദിക്കാം, നിങ്ങൾ എന്താ രംഗത്തൊന്നും ഇല്ലാത്ത ചോദിച്ചു. ഞാൻ പല സംഭവം കൃത്യമായി പറയാൻ കാരണം കൃത്യമായി തന്നെ അറിയാൻ വേണ്ടി. എന്താ നിങ്ങൾ രംഗത്തൊന്നും ഇല്ലാത്തത് ചോദിച്ചു. ഞാൻ രംഗത്ത് തന്നെയല്ലേ, ഞാൻ എന്റെ പേരിൽ പോയി. ഇന്നലെ ഞാൻ എന്റെ പേരിൽ പോയിട്ടില്ല, മിഞ്ഞാന്ന് പേരിൽ പോയിട്ടില്ല. പിന്നെ ഇന്നലെ നിലമ്പൂരായിരുന്നു പിന്നെ 1 മണിയൊക്കെ ആയപ്പോഴാണ് എന്റെ റൂമിലേക്ക് എത്തിയത്. വീട്ടിൽ പോകാൻ നേരം കിട്ടിയില്ല. അതിന്റെ തലേ ദിവസം മാഹിയിലായിരുന്നു. എന്തിനാണ് എത്ര സമയത്ത് സുബഹിവാങ്ക് കൊടുത്തു, അന്നും വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ളപ്പോ നമ്മളെ സ്ഥിതി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ രംഗത്ത് തന്നെ എപ്പോഴും രംഗത്ത് തന്നെ ഉള്ളതെന്നാണ്. നിങ്ങളെന്താ ഈ സംഘടനയിലൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സംഘടനയിൽ ഇപ്പൊ അങ്ങനെ അതിന്റെ സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ, പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു സംഘടനാ ഓർഗനൈസേഷണൽ സെറ്റപ്പിലൊന്നും ഞാനില്ല. ഞാൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ബ്ലോക്കിലുണ്ട്, അതല്ലാതെ സംഘടനാ സെറ്റപ്പിൽ അങ്ങനെ ഒന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംഘടനയോട് ചെയ്യണത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെന്താ നിങ്ങൾ സംഘടന ഉണ്ടായിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ പുസ്തകം എഴുതുന്നുണ്ട്, ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്. നിങ്ങൾ ലേഖനം എഴുതുന്നുണ്ട്, ഞാൻ ലേഖനം എഴുതുന്നുണ്ട്. എന്തൊക്കെ ഞാൻ ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾ സംഘടന ഉണ്ടായിട്ട് ചെയ്യണത് എനിക്ക് ഒറ്റക്കനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ സംഘടനയിൽ ചോദിച്ചു. അതല്ല അപ്പൊ നിങ്ങളെന്താ ഈ ശിർക്കിനെതിരൊന്നും പ്രവർത്തിക്കാത്തത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശിർക്കിനെതിരിലാണ് 24 മണിക്കൂറും നമ്മളെ പണി. മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ശിർക്കിനെതിരിൽ എന്താ പ്രവർത്തിക്കാത്തത് ചോദിച്ചു. അത് ഞങ്ങളവിടെ ഇല്ല അറിഞ്ഞു. മുസ്ലിമീങ്ങളുടെ എവിടെ ഇല്ല, മുസ്ലിമീങ്ങളുടെ ശിർക്കുണ്ട്, മുസ്ലിമീങ്ങളുടെ എവിടെ ഇല്ല. അപ്പൊ തവസ്സുൽ സിയാസൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അതുണ്ട്, ഞാൻ ശിർക്കില്ലാന്നാ പറഞ്ഞത്. കാരണം
അപ്പൊ എന്താ തൗസീർ ചുരുക്കല്ലേ? അങ്ങനെ തൗസീർ ചുരുക്കാവുക? ഇയാൾ വലിയ മൗലവി കേട്ടോ. അങ്ങനെ അവ ഞാൻ പറഞ്ഞു, എന്താ ഈ തൗഹീദ് ശിർക്ക് പറഞ്ഞാലേ? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് വിശ്വസിക്കുക. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതല്ലേ? വളരെ സിമ്പിൾ അല്ലേ കാര്യം? അള്ളാഹു അല്ലാതെ ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി, അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് വിശ്വസിച്ചാൽ തൗഹീദായി. വളരെ സിമ്പിൾ അല്ലേ കാര്യം? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ചോദിക്കാൻ മൂപ്പരോട്, നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുക്കുന്ന കേട്ടിട്ടില്ലേ? 5 നേരം മൈക്കിൽ കൂടി വിളിച്ചു അറിയുന്ന കേൾക്കണില്ലേ നിങ്ങള്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ലോ എന്ന് വിളിച്ചു അറിയുന്നത് അല്ലേ? അല്ലാഹുവല്ലാതെ ഇലാഹില്ലോ എന്നല്ലേ വിളിച്ചു അറിയുന്നത് മൈക്കിൽ കൂടി ഇജാതി ഉറക്കാൻ. എന്നിട്ടോ അത് അർത്ഥറിയാതെയല്ല കേട്ടോ, അർത്ഥറിയാതെയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാതെ ആരും തന്നെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, ഇബാദത്തിന് അർഹതപ്പെട്ടവൻ ഇല്ല എന്ന് അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലുക നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ? അർത്ഥറിയാതല്ല. അപ്പൊ അർത്ഥം അറിഞ്ഞുകൊണ്ട് എന്നെ പറയണത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല. ഇത് പള്ളിക്കൊന്ന് 5 നേരം വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലേ? എന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ പോണ സമയത്ത് ഒതുണ്ടാക്കുമ്പോഴോ നിങ്ങൾ കൈകാര്യമൊക്കെ എഴുതിയിട്ടാണ് പോവും. സുന്നികൾ അവിടെ ഇരുന്നാണ്ട് അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലേ? അല്ലാഹു ഇലാഹ ഇല്ല എന്നാണ് ഒതുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും കയ്യും ഇപ്പിട്ടുണ്ടിച്ചാണ്ട് ഒരു ദുആണ്ട്. എല്ലാവരും ചെയ്യലൊന്നും ഉണ്ടാവില്ല, പക്ഷെ സുന്നികളുടെ പൊതുവെയുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. പലരും ചിലപ്പോൾ അലസത കൊണ്ട് ചെയ്യാതൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെ അള്ളാഹ് കയ്യും പൊന്തിച്ചാണ്ട് അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അത് കഴിഞ്ഞിട്ടോ പിന്നെ നിസ്കരിക്കാൻ പോയിട്ട് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണു. അത് പറഞ്ഞിട്ട് പിന്നെ വജ്ജഹ്തു ഓതുന്നു. വജ്ജഹ്തു വജ്ഹിയലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ശിർക്ക് ചെയ്യണ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ അല്ല എന്നാ അള്ളാഹുനോടായി പറയുന്നത്. ഒറ്റയ്ക്ക് വേറെ ആരും കേൾക്കാനല്ല, സ്വകാര്യമായിട്ട് പഠിച്ചതിനോട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിൽ അങ്ങനെ പലതും ചൊല്ലണു. അവസാനം അത്തയ്യാത്തിന് നിൽക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരൊറ്റ ചൂണ്ടൽ ഞങ്ങളെ തൗഹീദ് അളകിയതുകൊണ്ട് നിങ്ങളിപ്പം അങ്ങനെയാണല്ല അതല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നത് അങ്ങനെ കാട്ടും, ഇങ്ങനെ കാട്ടിനി തൗഹീദ് അളകിയതുകൊണ്ട് ഇത് ഒരളക്കമല്ലാതെ ഒരൊറ്റ പുറത്ത് അങ്ങനെ പിടിച്ചല്ല. അങ്ങനെ അത്തഹിയാത്തെ. അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ നീച്ച് പായാലാണ് സുന്നികൾ അവിടെ തന്നെ ഇരിക്കല. എന്തിന്? അഫ്ളല ദിക്ർ അല്ലേ? അഫ്ളല ദിക്ർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അല്ലാഹുവല്ലാതെ ഇലാഹില്ല 10 പ്രാവശ്യം ഉറക്കനെ പറയുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ സുന്നിയക്ക് പേര് അദ്ദാദുണ്ട്. നോക്കൊന്നുമില്ലല്ലോ. നിങ്ങളെവിടെ, ഞാൻ ചോദിച്ചു നിങ്ങളെവിടെ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലേ? നിങ്ങൾ മുജാഹിദീങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞെടുക്കണം. ഒരു കുത്തുബയൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ഖത്തീബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുണ്ടാവും. പക്ഷെ ഇത്ര വ്യാപകമായിട്ട് വ്യാപകമായിട്ടല്ലേ പറയലെന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എവിടെ പറയലേ? ഇത് സുന്നികൾ പറഞ്ഞ അദ്ദാദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റാത്തീബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാ സന്ദർഭങ്ങളിലും ദിവസം എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലണത്? അല്ലാഹുവല്ലാതെ ഇലാഹ ഇല്ല എന്നല്ലേ ഈ പറയുന്നത്. അപ്പൊ അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് ഇത്ര കൂടുതൽ പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുകാർ നിങ്ങൾ എന്ത് കാട്ടകാലത്തിനാണ് ഈ മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത്, ശിർക്ക് ചെയ്യണമെന്ന് പറയുന്നത്? വല്ല അർത്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ നാളെ ഹദീസിന്റെ അർത്ഥം മുഴുവൻ പറയുന്നത് ചോദിച്ചു. ഏതാ ഹദീസ് ചോദിച്ചു. ഞാൻ ഒരിക്കൽ അബദ്ധവശാൽ നിങ്ങളെ പള്ളിക്കലേക്ക് കയറി വന്നപ്പോൾ നിങ്ങളെ കുത്തുബ പറയുന്നത് സവു സുഹൂവക്കും എന്ന ഹദീസിന്റെ അർത്ഥം പറയുന്നുണ്ട്, സഫ് നന്നാക്കി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫൈനി അറാത്തുമിമറായി ലഹരി എന്നതിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തത്? ഫൈനിയാറാക്കുന്നതിന് ലഹരി പറഞ്ഞാൽ ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞിക്ക് കാഴ്ച ഉണ്ടെന്നതിന്റെ അർത്ഥം, റസൂലുള്ളാഹിക്ക് മറഞ്ഞത് കാണുന്നുണ്ടെന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പറയാത്തത്. ഫൈനി അറാത്തുമിൻ വറായി ലഹരിനെ ഹദീസിന്റെ അവസാനതേ ഫൈനി അറാത്തുമിൻ വറായി ലഹരി, നിങ്ങൾ സിഫ് നേരെ നിൽക്കണം. നേരെ നിൽക്കണില്ലെങ്കിൽ ഞാൻ മുമ്പിലേക്ക് തിരിഞ്ഞിട്ടാ നിസ്കരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് പിന്നിലേക്ക് കാഴ്ച ഉണ്ട് എന്നതിന്റെ അർത്ഥേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുന്നില്ലേ അതിന്റെ അർത്ഥം? അത് അപ്പൊ അത് പറയാത്തത് എന്താ വെച്ചാൽ നിങ്ങളെ സമുദായത്തിൽപ്പെട്ട നിങ്ങളെ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ അള്ളാന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് ആ ധാരണ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്
അവിടെ ഇരിക്കണത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പറയാതെ തന്നത്. അതെങ്ങാനും പറഞ്ഞാൽ നീച്ച് ചോദിക്കും, അല്ല നമ്മളിപ്പോ എന്തൊക്കെ ഹദീസ് ഇങ്ങനെ നമ്മൾ ഇത്രയും കാലം റസൂലുള്ളാഹിക്ക് മരണ കാര്യമല്ല അറിയില്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കല്ലേ, പിന്നെന്താ ഇതിലിങ്ങനെ പറയണത് എന്ന് ചോദിക്കൂലേ? അപ്പൊ അവനാ ഓതുമീന്റെ അർത്ഥം തന്നെ ശരിയായ വിധത്തിൽ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അത് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ പറയാറുന്നത്. ഇതൊക്കെ തിരിയുന്ന ആൾക്കാരും അബദ്ധവശാലെങ്കിലും നിങ്ങളെ പള്ളിയിലും കയറി വരും, അങ്ങാടിയിലൊക്കെ ശ്രദ്ധിച്ചോ കൊണ്ടു പറഞ്ഞാൽ. അപ്പൊ ഇവർക്കൊന്നും പറയാണ്ടായില്ല. ഞാനിങ്ങനെ കോഴിക്കോട്ടുക്കും ഇവര് അരീക്കോട്ടുക്കും പോയി. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രമാണങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയും, സമഗ്രമായിട്ട് ഇസ്ലാം മനസ്സിലാക്കണില്ല. അങ്ങനെയാണ് ഈ തൗഹീദിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്താണ് എന്ന് നമ്മൾ പണ്ടേ വിശ്വസിച്ചു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നമ്മൾ എത്രത്തോളം അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന തൗഹീദ് പറഞ്ഞാല് 1 ലാ മഅബൂദ ഇല്ലല്ലാഹ്, 2 ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, 3 ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, 4 ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഡീപ്പായിട്ടുള്ള തൗഹീദ് എവിടെയുള്ളത്? കേവലം ലാ മഅബൂദ ഇല്ലല്ലയല്ല. കലിമയുടെ അർത്ഥം പഠിപ്പിക്കുന്ന സമയത്ത് വിശദമായി നമ്മൾ തസൗഫിന്റെയും മറ്റൊക്കെ കിതാബുകൾ എടുത്താണ് മനസ്സിലാക്കുമ്പോ ഒന്നാമതായി ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ടവനില്ല. മാത്രമല്ല ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമേ ഇല്ല. ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവെ അല്ലാതെ കാണുന്നേയില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു അസ്തിത്വമേ ഇല്ല. ആണോ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് തൗഹീദ്. ഒന്നാമത്തെ അല്ലാഹു അല്ലാതെ മഅബൂദില്ല. അത് കൊടുക്കുക എങ്ങനെ ഇത്തരത്? അവിടെ നമ്മൾ ബാങ്ക് കൊടുക്കണില്ലേ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തൗഹീദിന്റെ രണ്ടും ബാങ്കിനെ പറ്റി ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ നിസ്കാരം അറിയിക്കാനുള്ളൊരു ഒച്ചയെന്ന് മാത്രമേ കാരണം. അങ്ങനെയല്ല, ബാങ്കില് ആദ്യമായി തൗഹീദിന്റെ സൈദ്ധാന്തിക വശം പഠിപ്പിക്കുന്നു. രണ്ടാമത് തൗഹീദിന്റെ പ്രായോഗികമായ വശം പഠിപ്പിക്കുന്നു. ബാങ്കിൽ എന്നത് വരുന്നുണ്ട്. നമ്മൾ ഒന്നുണ്ടാക്കിയാൽ നിസ്കരിക്കാൻ പോണ സമയത്ത് നിസ്കരിക്കാൻ നമ്മളെ വിളിക്കുന്ന ഒരു ഒച്ച മാത്രമല്ല ബാങ്ക്. അതിൽ നമ്മളെ എന്തിന് നിസ്കരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ധരിപ്പിക്കും, ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തൗഹീദിന് 2 വശമുണ്ട്. ഒന്ന് സൈദ്ധാന്തികമായിട്ടുള്ള വശം, മറ്റതിന്റെ പ്രായോഗികമായിട്ടുള്ള വശം. സൈദ്ധാന്തിക തൗഹീദാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, എന്തിന് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം? അല്ലാഹു അക്ബർ ആയതുകൊണ്ട്. അപ്പൊ ആദ്യമായി അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു ഏറ്റവും വലിയവൻ. അപ്പൊ അള്ളാഹിനെ പറ്റിയുള്ള മനസ്സിലാക്കലാണത്. എന്താ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാല്, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് നമ്മളത് ഒരു ഹദീസിലൂടെ, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ തലബനി വജദനി വമൻ വജദനി അറഫനി ومن عرفني أشقني ومن أشقني أشقته ومن أشقته قتلته ومن قتلته فاديته. ഇതാ തൗഹീദ്. ഇങ്ങനെ മനസ്സിലാക്കണത്. അള്ളാഹിനോടുള്ള പ്രാർത്ഥിക്കാനല്ല, അള്ളാഹിനോടുള്ള പ്രാർത്ഥിക്കുക അത് പറഞ്ഞാൽ പോരാ. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, ബാക്കിയുള്ളവരാരൊക്കെ അള്ളാഹില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതായി. ബാക്കിയുള്ളവർക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതായി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നിങ്ങനെ പറയേണ്ട കാര്യം. തൗഹീദിനെ വിശദമായി പഠിക്കും. മൻ തലബനി വജദനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. അള്ളാഹു തആല പറയാ, മൻ തലബനി വജദനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. വമൻ വജദനി അറഫനി, എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയുന്നു. വമൻ അറഫനി അശിഖനി, എന്നെ അറിഞ്ഞവൻ എന്നിൽ അനുരക്തനാവുന്നു. വമൻ അശിഖനി അശിഖ്തുഹു, എന്നിൽ അനുരക്തനായവനിൽ ഞാനും അനുരക്തനാവുന്നു. വമൻ അശിഖ്തുഹു ഖതൽതുഹു, ഞാൻ ആരിൽ അനുരക്തനായോ അവര് പിന്നെ അവനുണ്ടാവൂല. വമൻ ഖതൽതുഹു ഫാദൈതുഹു, ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള മുക്തിയും മോക്ഷവും കിട്ടിയവൻ. അള്ളാഹിനെ ഇങ്ങനെ മനസ്സിലാക്കണം. എവിടുന്ന് തുടങ്ങണം? മൻ തലബനി വജദനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. അല്ലെ, അള്ളാഹിനെ അന്വേഷിക്കുക. എങ്ങനെ അള്ളാഹിനെ അന്വേഷിക്കുക? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എവിടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു?
എല്ലാ ദിക്കുകളിലും കാണിച്ചു കൊടുക്കുന്നു. വഫീ അൻഫുസിഹിം അവരിൽ തന്നെയും കാണിച്ചു കൊടുക്കുന്നു. നമ്മളിൽ തന്നെ ചിന്തിക്കുക, നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിലേക്ക് എത്താനേ. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ദിക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെ പറ്റിയും ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. അപ്പൊ അള്ളാഹുവിനെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അന്വേഷിക്കാം. അബൂ യസീദുൽ ബിസ്താമി എന്ന സൂഫി വര്യൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ പ്രപഞ്ചത്തിലാകെ തെരഞ്ഞു നോക്കി, എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ എന്നിൽ തെരഞ്ഞു അപ്പൊ കണ്ടു. അങ്ങനെയാ. അപ്പോ നമ്മൾ അള്ളാഹിനെ എവിടെ തിരയണം? പ്രപഞ്ചത്തിലാകെയും അള്ളാഹുവിനെ തിരയണം. പ്രപഞ്ചത്തെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹുവിനെ അന്വേഷിച്ചറിയുക, മനസ്സിലാക്കുക. നമുക്ക് നമ്മുടേതായ മനസ്സിലൊരു അള്ളാഹു തആല, നമ്മുടെ ഒരു അള്ളാഹ് ഉണ്ടല്ലോ അല്ലെ. ഞാൻ ബനൈതു ഫീ ജൗഫി ബനി ആദമ ഖസ്റൻ വഫിൽ ഖസ്രി സദ്റൻ വഫിൽ സദ്രി ഖൽബൻ വഫിൽ ഖൽബി ഫുആദൻ വഫിൽ ഫുആദി ശഗാഫൻ വഫിൽ ശഗാഫി ലുബ്ബൻ വഫിൽ ലുബ്ബി അനാ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ബനൈതു ഫീ ജൗഫി ബനി ആദമ, മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാൻ പണിതു വെച്ചിട്ടുണ്ട് ഖസ്റൻ, ഒരു മാളിക. ഓരോ മനുഷ്യന്റെയും മനസ്സിലൊരു മാളികയുണ്ട്. വഫിൽ ഖസ്രി, ആ മാളികക്കകത്താണ് സദ്റൻ, നമ്മുടെ സദ്റുള്ളത്, നമ്മുടെ ഹൃദയമുള്ളത്. വഫി സദ്രിയ, സദ്റിന് ഉള്ളിലാണ് ഖൽബൻ, നമ്മൾ മനസ്സ് എന്ന് പറയുന്ന മനസ്സുള്ളത്. വഫിൽ ഖൽബി ഫുആദൻ, ആ ഖൽബിനുള്ളിൽ ഒരു ഫുആദ് ഉണ്ട്. വഫിൽ ഫുആദി ശഗാഫൻ, ആ ഫുആദിനുള്ളിൽ ഒരു ഉള്ളറയുണ്ട്. വഫി ശഗാഫി ലുബ്ബൻ, ആ ഉള്ളറക്കുള്ളിൽ ഒരു ഉൾക്കാമ്പുണ്ട്. വഫിൽ ലുബ്ബി, ആ ഉൾക്കാമ്പിനുള്ളിൽ സിർറൻ, ഒരു രഹസ്യമായ അറയുണ്ട്. വഫി സിരി അന, ആ രഹസ്യമായ അറയിൽ ഞാനുണ്ട്. അള്ള നമ്മുടെ ഉള്ളിൽ എവിടെയാണ്? നമ്മുടെ ഉള്ളിലുണ്ട്. അള്ളാഹു തആല നമ്മുടെ ഉള്ളിലുണ്ട്. ആകാശവും ഭൂമിയും വളരെ വിശാലമാണെങ്കിലും അള്ളാഹുവിനെ ലാ യസഉനി, എന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമല്ല. ആകാശഭൂമികളൊക്കെ വളരെ വിശാലമായിരിക്കാം, പക്ഷേ എന്നെ ഉൾക്കൊള്ളാൻ വിശാലമല്ല. വലാകിൻ യസഉനി ഖൽബുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഹൃദയമാണ് എന്നെ ഉൾക്കൊള്ളുന്നത്. ഇതാ അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പടച്ചവനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒന്ന്. എന്നിട്ട് പിന്നെ അള്ളാഹനെ അറിഞ്ഞാൽ പിന്നെ മൻ തലബനി വജദനി ഒമൻ വജദനി അറഫനി, എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയും. മഅരിഫത്ത്, അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത്, ജ്ഞാനം. അതിനെ തുടർന്ന് അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ക്, അനുരാഗം. അള്ളാഹുവിൽ അനുരക്തനാവുക. അങ്ങനെ അനുരക്തനോമൻ അശിഖനി അശിഖ്തു, എന്നിൽ ആരെങ്കിലും അനുരക്തനായാൽ ഞാൻ അവനിൽ അനുരക്തനാവും. വമൻ അശിഖ്തുഹു ഖതൽതുഹു, ഞാൻ ആരിലെങ്കിലും അനുരക്തനായ പിന്നെ ഓണ്ടാവൂല, ഞാൻ എന്നുള്ള വിചാരമേ ഉണ്ടാവൂല. അതങ്ങോട്ട് നയിച്ചിട്ടുണ്ടാവും. അത് അവനെ കൊല്ലുന്നതിന് നിർത്തുന്നതിനർത്ഥം. ആ വിചാരം ഇതിനുണ്ടാവില്ല. എനിക്ക് ഞാൻ എന്ന ഭാവം തന്നെ ഉണ്ടാവില്ല, ഞാൻ എന്ന ബോധം ഉണ്ടാവില്ല. പിന്നെ അള്ളേ ഉള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടാകാൻ മനസ്സിലായി. അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മുക്തി ഉണ്ടാവുന്നത്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടച്ചവനെ മനസ്സിലാക്കലാ തൗഹീദ്. അതിനെന്തു വേണം? പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. പ്രകൃതിയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന് ന്യൂനതയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ന്യൂനതയുണ്ട്, പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്, പരാശ്രയത്വമുണ്ട്, സോപാധികത്വമുണ്ട്, ആപേക്ഷികത്വമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണ്, വലിയതാവട്ടെ ചെറിയതാവട്ടെ, ഈ 5 പരിമിതികൾ, ന്യൂനതകളുണ്ടാവും. പരിമിതിയുണ്ട്. പരിമിതി പറഞ്ഞാൽ എന്താ? ഞാൻ ഇത്രയേ ഉള്ളൂ, ഈ സ്റ്റേജ് ഇത്രയേ ഉള്ളൂ, ഈ നാട് ഇത്രയേ ഉള്ളൂ. ഓരോന്നിനും ഇങ്ങനെ നോക്കി പോയൊക്കെ പരിമിതി ഉണ്ടല്ലോ. എത്ര വലിയതാണെങ്കിൽ അതിനൊരു പരിമിതി ഉണ്ടാവും. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞാൽ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 7 ആകാശം ഉണ്ടാവുമല്ലോ. അതിന് കഴിഞ്ഞാൽ പിന്നെ പരിമിതിയായില്ലേ. പിന്നെന്താ നമുക്ക് പിടുത്തം കിട്ടുക? പക്ഷെ പരിമിതി വരികയാണല്ലോ. അപ്പൊ പരിമിതിയുണ്ട് എല്ലാ വസ്തുക്കൾക്കും. പരിവർത്തനമുണ്ട് എല്ലാ വസ്തുക്കൾക്കും. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറണല്ലേ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ് ജനിച്ചു വന്ന സമയത്ത് ഇപ്പൊ എങ്ങനെയാ അയക്കുന്നത്? ഓരോരുത്തർ മാറിയിരിക്കുകയാണല്ലോ. മാറി അല്ലേ. അതിങ്ങനെ മുട്ടുമുത്തിയാണ്. ചെറിയ കുട്ടികളുടെ സമയത്ത് കണ്ടോ, കുട്ടികളുടെ ചൈൽഡ്ഹുഡ്, ശൈശവം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ബോയ്ഹുഡ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചെറുക്കന്മാർ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളൊക്കെ പറയില്ലേ, ആ അവസ്ഥയ്ക്കെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തോ അഡോളസൻസ്, നമ്മുടെ കൗമാരദശയുണ്ടാവും. അതാണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂത്തും വരായി. അതാണ് കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഏജ്, പിന്നെ മധ്യവയസ്കനായി. അതാണ് കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് ഏജ്, വയസ്സനായി. അതാണ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ശൈശവൻ രണ്ടാമത് തിരിച്ചു വരലായി അല്ലേ. രണ്ടാമത് ശൈശവൻ തിരിച്ചു വരില്ലേ. വളരെ വയസ്സായ സമയത്ത് കൊണ്ട് ചെറിയ കുട്ടികളുമായി. ചെറിയ കുട്ടികൾ ജനിച്ചു വരുന്ന സമയത്ത് പല്ലുണ്ടാവില്ല, മൂപ്പർക്കും പല്ലില്ല.
ചെറിയ കുട്ടികൾ ജനിച്ചു വരുന്ന സമയത്ത് പിന്നെ എവിടെയാണ് പാത്ത് എന്നൊന്നും നിശ്ചയം ഉണ്ടാവില്ല, മൂപ്പർക്ക് നിശ്ചയം ഉണ്ടാവില്ല അല്ലെ. ചെറിയ കുട്ടികളാണ് സമയത്ത് എവിടെ തുപ്പുക നിശ്ചയം ഉണ്ടാവില്ല, മൂപ്പർക്ക് നിശ്ചയം ഉണ്ടാവില്ല, എവിടെയൊക്കെയാണ് തുപ്പും. ഇങ്ങനത്തെ സ്റ്റേജിലേക്കാണ് വരിക. അതാ സെക്കൻഡ് സ്റ്റേജിലൂടെ പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യന് പരിവർത്തനം 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 പരിവർത്തനം. അപ്പൊ ഈ പരിവർത്തനത്തിന് വിധേയമാണ് എല്ലാ വസ്തുക്കളും. ഈ ലോകത്തെ എല്ലാ വസ്തുവും അങ്ങനെ തന്നെ. ഈ നാട് പണ്ടെങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ്, ശാസ്ത്രം പണ്ട് എവിടെയായിരുന്നു ഇപ്പൊ എത്ര എത്തിയിരിക്കുന്നു എല്ലാം നോക്കിയത് മാറി 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 വരികയല്ലേ. പരിവർത്തനമില്ലാത്ത ഒരു വസ്തുവുമില്ല. പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്, പരാശ്രയത്വം. വേറെയുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. എന്തിനെങ്കിലും ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. ഏത് വസ്തുവിനും അങ്ങനെ തന്നെയാണ്. ആശ്രയിക്കാതെ ഒന്നിനും നിൽക്കാൻ പറ്റൂല. പരാശ്രയത്വമുണ്ട്, പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്, പരാശ്രയത്വമുണ്ട്, സോപാധികത്വം. ഒരു ഉപാധിയുണ്ട്. ഒരു ഉപാധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാറ്റിന്റെയും നിലനിൽപ്പ്. ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിക്കും, ഇല്ലെങ്കിൽ അനുഭവം ചെയ്യും. ഒരു എങ്കിൽ എന്ന് പറയാൻ പറ്റാത്ത ഒന്നുമില്ല. സോപാധികത്വമുണ്ട്, പരിമിതി, പരിവർത്തനം, പരാശ്രയത്വം, സോപാധികത്വം, ആപേക്ഷികത്വം അല്ലേ. ആപേക്ഷികത്വം എല്ലാ വസ്തുക്കൾക്കും ആപേക്ഷികത്വമുണ്ട്. ആപേക്ഷിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ. എന്തിനെ അപേക്ഷിച്ച ഒരാൾ വലിയ ആളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരുപാട് ആൾക്കാരെ അപേക്ഷിച്ച് മുമ്പിൽ വലിയ ആളാണ്. അയാളെക്കാണ് വലിയ ആളോ പറഞ്ഞാൽ മുമ്പിൽ ചെറുതായില്ലേ. വളരെ ചെറിയ ആളെന്ന് ഒരാളെ പറ്റി നമുക്ക് പറയാൻ എപ്പോഴാ? ബാക്കിയുള്ളവരൊക്കെ അപേക്ഷിച്ചാണ് മുമ്പര് ചെറുതാണ്, മുമ്പരെങ്ങാണ് ചെറുതെന്ന് വന്നാലോ മുമ്പരാണ് വലുതായില്ലേ. സുന്ദരൻ, മഹാസുന്ദരൻ എന്ന് പറയും നമ്മള്. പക്ഷെ ഓനേക്കാണ് ചെറുക്കുള്ള ഒരാളൊന്നും സുന്ദരനല്ലാതായില്ലേ. എല്ലാം ആപേക്ഷികാണ്. ആപേക്ഷിക വെച്ചാൽ കാര്യങ്ങൾ മുഴുവൻ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. എല്ലോ പീടിയിൽ പോയിങ്ങാണ്ട് പെരുന്നാളാണ്, പെരുന്നാൾക്ക് തുണിക്കടയിൽ പോയിങ്ങാണ്ട് കുട്ടികൾ കുപ്പായം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെന്നു. ഇങ്ങനെ നോക്കിയിട്ട് ഷോക്കേസിൽ നല്ല രസമുള്ളൊരു കുപ്പായം കാണുന്നുണ്ട്, അതുകൊണ്ട് വാങ്ങി. ഇതന്നെ മതി, ഇനി വേറെ വേണ്ട, എനിക്ക് നല്ല പറ്റിയിരിക്കണ ഒപ്പമുള്ളവൻ പറ എനിക്ക് നല്ലോണം ചേരും എന്ന് പറഞ്ഞ് അങ്ങനെ പോരുന്ന സമയത്ത് അപ്പുറത്തെ പീടിയിൽ ഷോക്കേജിക്കാൻ നോക്കുന്ന സമയത്ത് അബദ്ധമായിട്ടോ അത് എടുക്കേണ്ടത് നമുക്ക് എടുത്താൽ മതിയെന്ന് അല്ലേ. കാരണം എന്താ? ആ പീടിയിലുള്ളതിനെ അപേക്ഷിക്കാണ്ട് ഇത് സുന്ദരം, മറ്റേ പീടിയിലുള്ളതിനെ അപേക്ഷിക്കാണ്ട് സുന്ദരല്ലാതായി. ഇതിനെ ആപേക്ഷിച്ചുകൊണ്ട് എല്ലാ വസ്തുക്കളും ഉണ്ടാകുക. ബസ് വരുന്ന സമയത്ത് ബസ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും ബസ് വരുന്നുണ്ട് എന്ന് പറയും, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയും ബസ് പോയി എന്ന് പറയും, മറ്റവിടെ നിൽക്കുന്ന ആൾക്കാർ എന്താ ബസ്സിനെ കാണാത്തതെന്ന് പറയും. ഒരേ ബസ്സിനെ പറ്റി പറയണതൊക്കെ അല്ലേ. എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. നമ്മളെ അപേക്ഷിക്കാണ്ട് ബസ് വരുന്നു എന്നുള്ളത് ശരിയാണ്, അപ്പുറത്തുള്ളതിനെ അപേക്ഷിച്ച് ബസ് പോയി എന്നുള്ളത് ശരിയാണ്, മറ്റവനെ അപേക്ഷിച്ച് എന്താ വരാത്തുന്നുള്ളതും ശരിയാണ്. ഒരേ ബസ്സിനെ പറ്റി പറയുന്നതൊക്കെ. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും പരിമിതി, പരിവർത്തനം, പരാശ്രയത്വം, സോപാധികത്വം, ആപേക്ഷികത്വം അങ്ങനെയാണല്ലോ അല്ലെ. കുഞ്ഞായി മുരേരി മങ്ങാട്ടാച്ചനും കഥ കേട്ടിട്ടില്ലേ? കുഞ്ഞായി മുരേരി ഇങ്ങനെ മങ്ങാട്ടാച്ചനും ഒരിക്കലും വരങ്ങനെ വരച്ചാണ്ട് പറഞ്ഞു ഇതുമ തൊടാതെ ചെറുതാക്കണം എന്നാണ്. ഇതുമ തൊടാതെ വര വെച്ചാണ്ട് ഇതുമ തൊടാതെ ചെറുതാക്കണമെന്ന്. അപ്പൊ ആൾക്കാരൊക്കെ അന്തം വിട്ടാണ് ഇങ്ങനെ പോയി തൊടാതെ ചെറുതാക്കണ വഴി അത് കയ്യൂലാറിനാണ് കാര്യം. കുഞ്ഞായി മുരേരി ഇങ്ങനെ വരുന്നുണ്ടേ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിച്ചോ ഈ വരമ തൊടാതെ ചെറുതാക്കണം. അപ്പൊ മങ്ങാട്ടച്ചൻ പറയുന്നത് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല ആർക്കും. അവൻ അപ്പുറത്ത് വലിയൊരു വരണ്ട് വരച്ചു, അപ്പൊ ചെറുതായില്ലേ. അതാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരിമിതി, പരിവർത്തനം, പരാശ്രയത്വം, സോപാധികത്വം, ആപേക്ഷികത്വമുള്ള വസ്തുക്കളാണ് എല്ലാതും. അങ്ങനെ അല്ലാത്തൊരു വസ്തുവില്ല. അതൊക്കെ അപൂർണ്ണമാണ് ഇതിന്റെ അർത്ഥം. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും പൂർണ്ണമായിട്ടില്ല. കാരണം പൂർണ്ണമാണെങ്കിൽ പരിമിതി ഉണ്ടാവാൻ പാടില്ല, പരിവർത്തനം ഉണ്ടാവാൻ പാടില്ല, പരാശ്രയത്വം ഉണ്ടാവാൻ പാടില്ല, സോപാധികത്വം ഉണ്ടാവാൻ പാടില്ല, ആപേക്ഷികത്വം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ അപൂർണമാണ്, ന്യൂനതയുള്ള അതാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. അപ്പൊ പരിമിതിയില്ലാത്ത, പരിവർത്തനമില്ലാത്ത, പരാശ്രയത്വമില്ലാത്ത, സോപാധികത്വമില്ലാത്ത, ആപേക്ഷികത്വമില്ലാത്ത അസ്തിത്വം വേണ്ടേ? ആ അസ്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് പരിമിതിയില്ല, അള്ളാഹ്ക്ക് പരിവർത്തനമില്ല, അള്ളാഹ്ക്ക് പരാശ്രയത്വമില്ല, അള്ളാഹ്ക്ക് സോപാധികത്വമില്ല, അള്ളാഹ്ക്ക് ആപേക്ഷികത്വമില്ല. അപ്പൊ ഈ ന്യൂനതകളൊന്നുമില്ലാത്ത ഒരു അസ്തിത്വം അപ്പോഴാണ് പൂർണ്ണത എന്ന ചിന്ത തന്നെ ശരിയാവുള്ളൂ. ഈ പൂർണ്ണത എന്നൊന്നും ഉണ്ടാവില്ല. ഈ പൂർണ്ണമായ അസ്തിത്വത്തെ പറ്റിയാണ് നമ്മൾ അള്ളാഹിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് ഈ അസ്തിത്വത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് എത്തിച്ചേരും, അള്ളാഹുവിലേക്ക് ചിന്തിച്ച് നമ്മൾ എത്തിച്ചേരും. അപ്പോ ഇങ്ങനെയുള്ള അസ്തിത്വം ഒന്നേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തത് ഒന്നേ ഉണ്ടാവുള്ളൂ. പരിമിതി ഇല്ലെങ്കിൽ പിന്നെ വേറുള്ള പർസന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവുമോ? പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയ്ക്ക് മാറില്ലല്ലേ. അപ്പൊ ആദ്യത്തെ അവസ്ഥ പൂർണ്ണമല്ലാന്നല്ലേ അർത്ഥം. രണ്ടാമത്തേക്ക് മാറുമ്പോ അപ്പൊ പരിവർത്തനം ഉണ്ടെങ്കിലും കുറവാണ്. അപ്പൊ അള്ളാഹു തആലക്ക് പരിമിതിയില്ല. അതുകൊണ്ട് അള്ളാഹു ലോകത്ത് പ്രപഞ്ചത്തിന് അപ്പുറം, പ്രപഞ്ചത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തിന്റെ അപ്പുറം അള്ളാഹു തആല ഉണ്ട്. അപ്പൊ പിന്നെ എവിടെ വേറെ പടച്ചോന് നിൽക്കാൻ സ്ഥലം? എല്ലായിടത്തും പടച്ചോണ്ട്, അതിന്റെ അപ്പുറമുണ്ട്. അപ്പൊ പിന്നെ വേറൊരു പടച്ചോൻ എങ്ങനെ ഉണ്ടാവുക? നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ അസ്തിത്വം ഒന്നേ ഉണ്ടാകാൻ പറ്റുള്ളൂ.
പരിമിതിയില്ലാത്ത, പരിവർത്തനമില്ലാത്ത, സ്വാഭാവികത്വമില്ലാത്ത, ആപേക്ഷികത്വമില്ലാത്ത അസ്തിത്വം ഒന്നേ ഉണ്ടാവുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ തൗഹീദ് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി സൈദ്ധാന്തികമായി മനസ്സിലാക്കൽ. എങ്ങനെ പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹു എന്ന പൂർണ്ണമായ അസ്തിത്വത്തെ സംബന്ധിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നു, ഗ്രഹിക്കുന്നു. അങ്ങനെ ഉൾക്കൊള്ളുകയും ഗ്രഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൻ ഒന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഈ മനസ്സിലാക്കൽ തന്നെ അതിന് തെളിവ്. അതുകൊണ്ടാണ് ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് നമ്മൾ പഠിപ്പിക്കുന്നതാ. തൗഹീദ് കൊടുത്ത് ഈ സൂറത്തിൽ തന്നെ തൗഹീദ് വളരെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഖുൽ പറയുക, ഹുവ അവൻ. അവൻ എന്ന് പറഞ്ഞാല് അവൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വെമീറുണ്ടല്ലോ അവിടെ, വെമീർ എന്നാണല്ലോ ഇതിന് പറയാം. സർവനാമം എന്ന് പറയും മലയാളത്തില്, പ്രനൗൺ പറയും ഇംഗ്ലീഷില്. ഈ വെമീറുണ്ടല്ലോ, ഈ വെമീർ എവിടുക്കാൻ മടങ്ങണത്? അവൻ എന്ന വെമീർ എവിടുക്കാൻ മടങ്ങണത്? നമ്മുടെ മനസ്സിലേക്ക്. നമ്മൾ അള്ളാഹിനെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു അസ്തിത്വം, ആ അവൻ അള്ളാഹുവാണ്. നിങ്ങളിപ്പോ ചിന്തിച്ചെത്തിയ അല്ലെ, ചിന്തിച്ചെത്തിയിട്ടില്ലേ? അള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടി നിരീശ്വരവാദികളൊക്കെ ഉണ്ടല്ലോ ലോകത്തെ. അള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മനസ്സിലാക്കാന്ന് ഇമാം ജാഫർ സാദിഖിനോട് ചോദിച്ചു. ജാഫർ സാദിഖ് എന്നൊരു മഹാപണ്ഡിതൻ, ഇമാം മാലിക്കിന്റെ, ഇമാം അബു ഹനീഫയുടെയും ഒക്കെ ഉസ്താദായിട്ടുള്ള ജാഫർ സാദിഖ്, അദ്ദേഹത്തോട് എന്നിട്ട് ചോദിച്ചു, ഒരു എങ്ങായി എന്നൊരു ചോദിച്ചു, അല്ല പിന്നെ എനിക്ക് ഞാൻ ആരുടെ നിരീശ്വരവാദിയാ, എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ എന്താ വൈദ്യം ചോദിച്ചു. അപ്പോ ജാഫർ സാദിഖ് ചോദിച്ചു, നിങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിരിക്കുന്നു ചോദിച്ചു. ആ ചെയ്തിരിക്കുന്നു. കപ്പൽ യാത്ര ചെയ്തിരിക്കണോ? ആ ചെയ്തിരിക്കുന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ടിരുന്നോ ചോദിച്ചു. ആ പെട്ടിരുന്നു. കാറ്റിലൊക്കെ പടയില്ലേ അന്ന്, പ്രത്യേകിച്ചും അന്തമാനിക്ക് പോയാൽ സിലോണിക്ക് എത്തും, സിലോണിക്ക് പോയാൽ കാറ്റൊക്കെ വിളിച്ചാൽ അവൾക്ക് എത്തുക, നമ്മൾ വിചാരിച്ചെടുത്തൊക്കെ എത്തുക, കാറ്റ് വിചാരിച്ചെടുത്തൊക്കെ എത്തുക. അങ്ങനെയുള്ള പണ്ടത്തെ കപ്പൽ പറഞ്ഞാൽ. അങ്ങനെ കപ്പൽ യാത്ര ചെയ്തിട്ടോ? ഉണ്ട്. എന്നിട്ട് അപകടത്തിൽപ്പെട്ടോ? ആ പെട്ടിട്ടുണ്ട്. എന്നിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് നിങ്ങൾ മരിക്കാൻ പോകാൻ തോന്നിയോ? ആ തോന്നി. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ലാ തോന്നിയെങ്കിലേ? ആ തോന്നിയിരുന്നു. ഭൗതികമായ ഒരു സാധ്യതയും എനിക്ക് രക്ഷപ്പെടാനില്ലാ തോന്നിയെങ്കിലേ? തോന്നിയിരുന്നു. അപ്പോഴും മനസ്സിൽ ഞാൻ നാടും കഴിച്ചിലാവും എന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ലേ ചോദിച്ചു. അതുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള ഭൗതികമായ ഒരു സാധ്യതയില്ല, എന്നാലും ഞാൻ കഴിച്ചിലാവുന്നൊരു ചിന്ത അങ്ങനെ ഉണ്ടാവില്ലേ നമുക്ക്? എന്താ ആപത്തൊരു വെച്ചാൽ നമ്മളൊരിക്കൽ എത്തൂലെന്നൊരു തോന്നലുണ്ടാവില്ലേ? ആ ചിന്ത. അപ്പോ ഭൗതികമായ ഒരു സാധ്യതയും നിങ്ങൾക്ക് രക്ഷപ്പെടാനില്ലാത്ത സ്ഥിതിക്ക് പിന്നെ അഭൗതികമായ സാധ്യതയല്ലേ നിങ്ങൾ ആ ബന്ധിപ്പിച്ചിരുന്നത്? ആ അതെ അതെ, ആ അഭൗതികമായ സാധ്യത ഏത് കേന്ദ്രമായിട്ടാണ് നിങ്ങൾ ബന്ധിപ്പിച്ചിരുന്നത്? അത് ആ കേന്ദ്രമാണ് അള്ളാഹുൻ. അപ്പൊ അള്ളാഹിനെ മനസ്സിലാക്കാനും നിരീശ്വരമായിട്ടുള്ള ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്തൊരു മനസ്സിലാക്കലാണ്, ഒരു വിദ്യയാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തത്. നമ്മൾ നമ്മുടേതായ ജീവിതം നമ്മുടെ ഉള്ളിലുണ്ടാവും, എല്ലാവരുടെയും ഉള്ളിൽ അള്ളാഹിനെ പറ്റിയുള്ള വിചാരം ഉണ്ടാവും. ആ വിചാരം നമുക്ക് ശരിക്കും പുറത്തേക്ക് വരണമെങ്കിൽ നമ്മളോട് ചിന്തിച്ചാണ് മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെയാണ്. അതിനാണ് പ്രവാചകന്മാരൊക്കെ വന്നുകൊണ്ട് അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചും മനസ്സിലാക്കിയൊക്കെ തരുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ മനസ്സിലാക്കൽ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതാണ് ഏകനായ ഒരു അസ്തിത്വമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കൽ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒന്നും അവനെ പോലല്ല. അള്ളാഹുവിനെ പറ്റി ഒന്നും, അത് അള്ളാഹിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അവന് തുല്യമായി യാതൊന്നുമില്ല. അങ്ങനെയുള്ള മനസ്സിലാക്കൽ. യാതൊന്നുമില്ല പറഞ്ഞാൽ എന്താ? അള്ളാഹു ഉദാഹരണം പറയാൻ പറ്റുമോ? ഒരാത്തീബൂലില്ലാഹില്ലാം സാർ അള്ളാഹുവിന് ഉദാഹരണം പറയാൻ നിൽക്കരുതേ. അള്ളാഹു ഉദാഹരണം പറയാനെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ പോലും വരും വേണ്ടേ? ഉദാഹരണം എപ്പോഴാണെന്ന് പറയാം. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു സാധനം പിടിച്ചു, ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതിന്റെ പേര് ഹുർദുൽ ബുർദുൽ എന്നാണ്. ഒരു പേരാണ് പറഞ്ഞു ഞാൻ. ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ അന്തം പെട്ടിട്ടുണ്ട്. ഹുർദുൽ ബുർദുൽ എന്തേ കാരപ്പത് അല്ലേ? എന്തേ കാരപ്പത്? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോടെ ഹുർദുൽ ബുർദുൽ എന്ന് പറഞ്ഞാൽ കോട്ടി പോലെയാവുന്നു കണ്ണിനൊരു. അപ്പൊ കോട്ടി നിങ്ങൾക്ക് നിശ്ചയുണ്ട്. അപ്പൊ ഹുർദുൽ ബുർദുൽ കോട്ടി പോലെയാവുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഹുർദുൽ ബുർദുൽ കോട്ടി പോലെയാവുന്നു എന്ന് പറയുമ്പോൾ കോട്ടി നിങ്ങൾക്ക് നിശ്ചയില്ലെങ്കിലോ പിന്നെ കൂട്ടിയോ അതെന്താണെന്ന് പിന്നെ അറിയിച്ചാലേ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയുന്ന ഒരു ഉദാഹരണം വെച്ചിട്ടല്ലേ നമുക്ക് ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് എങ്ങനെ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ കഴിച്ചു? മുമ്പ് കണ്ണോട്ടം ചോദിച്ചു, വെളുപ്പ് പറഞ്ഞ എന്താണ്? ഒരു കണ്ണോട്ടം ചോദിച്ചേ, അല്ല ഈ വെളുപ്പ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ അത് എങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു കൊടുത്തു, വെളുപ്പ് പറഞ്ഞാൽ പാല് മാതിരിയാണെന്ന് പറഞ്ഞു. പാല് മാതിരി. അപ്പൊ പാലെങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു പാല് പറഞ്ഞാൽ അരയനത്തിന്റെ മാതിരിയാണ് പറഞ്ഞു. അരയനം എന്ന് പറഞ്ഞാൽ എങ്ങനെ പൊതു ചോദിച്ചു. അപ്പൊ കൈ ഇങ്ങനെ വളച്ചു പിടിച്ചുകൊണ്ട് കാണിച്ചു, ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അരയനം എങ്ങനെയാണ് കാരണം? അപ്പൊ എവിടെ അരയനം ഇങ്ങനെ അപ്പൊ വെളുപ്പ് പറഞ്ഞാൽ എങ്ങനെയാണില്ലേ? കണ്ണോട്ടിനെ കാര്യം
കണ്ണോട്ടിന് ഉദാഹരണം മുമ്പിൽ വരുന്നില്ലല്ലോ, പിന്നെ എന്ത് ഉദാഹരണം പറയാനും കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉദാഹരണം പറയാൻ സാധിക്കൂല. ആ അള്ളാഹു അതുല്യനാണ്. അങ്ങനെ അള്ളാഹു എന്ന അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കൽ, ആ മനസ്സിലാക്കലാണ് തൗഹീദിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശം. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളതൊക്കെ ചെറുതാണ് ചെറുതാണ് ചെറുതാണ്, അള്ളാഹുവാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് പറഞ്ഞാൽ പിന്നെ എന്തേക്കാരുണ്ടാകുക? ഏറ്റവും വലുത് എന്ന് വരുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥാനം നേടുകയാണ് അസ്തിത്വം. ബാക്കിയുള്ള അസ്തിത്വം പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ആരാധനകളും ഉണ്ടായില്ലേ, പ്രകൃതിയിൽ പല ആരാധനയുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മൾ കാണില്ലേ, പ്രകൃതിയിലെ സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാർ. കാരണം എന്താ? സൂര്യനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർ നേരം വെളുക്കുന്ന സമയത്ത് ഭയങ്കര ഇരുട്ട്, അതോടൊപ്പം തന്നെ ഭയങ്കര കുളിര്. അപ്പോ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് കുളിരിങ്ങനെ മാറി വരുന്നേ, ഇരുട്ടങ്ങനെ മാറി വെളിച്ചം വരുന്നു. സൂര്യ ഭഗവാനേ നമ. കാരണം എന്താ? ഞങ്ങൾക്ക് വെളിച്ചം തന്ന സൂര്യനെ, ഞങ്ങൾക്ക് ഇരുട്ട് മാറ്റി വെളിച്ചം തന്നവനെ, ഞങ്ങൾക്ക് പിന്നെ കുളിര് മാറ്റി ചൂട് തന്നവനെ. അപ്പൊ എന്താ വരെ വിചാരം? ഈ സൂര്യനങ്ങ് തരുന്നതാണേ. പഠനവും ചിന്തി അവിടേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ സൂര്യനാണ് ഇതൊക്കെ തരുന്നതെന്ന് വിചാരിച്ചാണ് സൂര്യ ഭഗവാനേ നമ. തീയ് അല്ലെ, തീയിനെ ആരാധിക്കണില്ലേ? എന്താ തീയിനെ ആരാധിക്കണത്? തീയില്ലെങ്കിൽ തീ ഉണ്ടായിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നല്ല കുളിരിങ്ങനെ വരുന്ന സമയത്ത്, തീയിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് കുളിരിങ്ങനെ മാറുമ്പോൾ അഗ്നി ഭഗവാനേ നമ. തീയിന്റെ ഗുണം ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് അതിനോട് പൂജാ മനസ്സിലുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സർപ്പാരാധന ഉണ്ട്. കാരണം സർപ്പം ഇങ്ങനെ പണം ഉയർത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ നേരം ഇങ്ങോട്ട് വരുമ്പോഴേ സർപ്പ ഭഗവാനേ ഒന്നും ചെയ്യല്ലേ കേട്ടോ. അപ്പൊ ഒന്നുകിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ ആരാധന മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക. ഈ ആരാധനാ മനസ്ഥിതി പ്രകൃതിയാ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. ഈ ആരാധനാ മനസ്ഥിതി പടച്ചോനല്ലാത്തവരുടെ നേരെയൊക്കെ പോയി പടച്ചോനെ മനസ്സിലാക്കാതെ വരുമ്പോഴേ, കാരണം എന്താ? പടച്ചോനെ പറ്റി ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള വെളിപാട് ആളുകളുടെ മുമ്പിലേക്ക് എത്താതെക്കുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടാണ് ചിന്തിച്ച് ഇങ്ങനത്തെ ആരാധനകളൊക്കെ നടത്തുകയും ചെയ്യും. അവിടെ കാണുന്നില്ലാത്ത നിങ്ങൾ സൂര്യന് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ട, ചന്ദ്രന് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ട, അവയെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികർത്താവിന് നിങ്ങൾ സുജൂദ് ചെയ്യും. അപ്പൊ ഈ സൂര്യനെ പടച്ചതും ചന്ദ്രനെ പടച്ചതും ബാക്കി നമുക്ക് നേട്ടമുണ്ടാവുന്ന അനുഗ്രഹമുണ്ടാവുന്ന സകല വസ്തുക്കളെ പടച്ചതുമായ ഒരു പടച്ചവനെ പറ്റിയുള്ള പരിചയപ്പെടുത്തൽ പ്രവാചകന്മാരിലൂടെ ഉണ്ടായപ്പോ അതാണ് തൗഹീദ്. ആ പ്രവാചകന്മാർ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു, പടച്ചോൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് തൗഹീദ് ആളുകൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് പ്രവാചകന്മാരിലൂടെ. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ പണ്ട് മുതൽക്ക് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണല്ലോ എല്ലാ പ്രവാചകന്മാരും. എന്നാ എല്ലാ നബിമാരെയും അല്ലാഹു തആല അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവല്ലാതെ ഇബാദത്ത് ചെയ്യരുതേ. അനിഅബുദുല്ലാഹ വജ്തനിബു താഗൂത, അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വെടിയും. ഇങ്ങനെ അള്ളാഹുവിന് മാത്രം ആരാധന നിർവഹിക്കുക. കാരണം അള്ളാഹിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വേറുള്ളവർക്ക് അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അവക്കൊന്നും സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല, ആർക്കും ഒരു കഴിവുമില്ല. സൂര്യൻ നോക്കി, സൂര്യനെ കാലത്ത് എണീറ്റിട്ട് സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അവരൊക്കെ 10-12 മണിക്കൂറാവുമ്പോൾ പിന്നെ സൂര്യനെ അസ്തമിക്കാതെ നിൽക്കാൻ പറ്റൂല. കാരണം ഒരു നിയമത്തിന് സൂര്യൻ വിധേയനാണ്. പിന്നെ രണ്ടാമത് പിറ്റേ ദിവസവും അതേസമയത്ത് തന്നെ പിന്നെയും വരുന്നുണ്ട്, വന്നുകൊള്ളണം. അപ്പൊ ഒരു നിയമത്തിന് വിധേയമായിട്ടാണ് സൂര്യനുള്ളത്. സൂര്യൻ സ്വന്തമായിട്ടുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുക്കളാണെങ്കിലും അവക്കൊക്കെ ബാധകമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയമാണ് സകല വസ്തുക്കളും. അതുകൊണ്ട് അവയൊന്നും തന്നെ സ്വതന്ത്രമായ കഴിവുള്ളവയല്ല. ഒരു വസ്തുവിനും സ്വതന്ത്രമായിട്ടുള്ള കഴിവില്ല, ശക്തിയില്ല. അത് ദൃശ്യമായ ലോകത്താണെങ്കിലും ഇല്ല, അദൃശ്യമായ ലോകത്താണെങ്കിലും ഇല്ല, പരോക്ഷമായ ലോകത്താണെങ്കിലും ഇല്ല, പ്രത്യക്ഷമായ ലോകത്താണെങ്കിലുമില്ല. അള്ളാഹുവിന് മാത്രമാണ് ശക്തിയുള്ളത്. എല്ലാ കഴിവും അള്ളാഹ്ക്ക് മാത്രമാണുള്ളത്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനാണ് എല്ലാ ശക്തിയും, അള്ളാഹ്ക്ക് മാത്രമാണുള്ളത്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല, ഒരു പ്രാപ്തിയുമില്ല. ഇതാണ് തൗഹീദ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹ്ക്ക് മാത്രമുള്ളൂ കഴിവ്, അള്ളാഹ്ക്ക് മാത്രമുള്ളൂ ശക്തി. വേറെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും സ്വതന്ത്രമായി ശക്തിയില്ല, ഒന്നിനും ശക്തിയില്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ മനസ്സിലാക്കലായി.
ഈ ശരിയായ മനസ്സിലാക്കൽ ഉള്ളിലേക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ബോധം അതാണ് അക്ബർ ആയിട്ട് മനസ്സിലാക്കണം. അക്ബറായി മനസ്സിലാക്കിയ പിന്നെ അള്ളാഹുവിലേക്ക് മാത്രമാവും നമ്മളെ. അവിടെ സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കഥ തന്നെയാണ് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ അല്ലേ. ആ കഥയിൽ പറഞ്ഞൊരു കാര്യം എന്താ? ആ കഥയിൽ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം എന്താ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഭയങ്കര സുന്ദരനാണല്ലോ യൂസുഫ് നബി. അങ്ങനെ യൂസുഫ് നബിയിൽ ആകൃഷ്ടയായി സുലൈഖാ ബീവി അനുരക്തയായി. അങ്ങനെ യൂസുഫിനെ കിട്ടണമെന്ന് സുലൈഖാ ബീവിക്ക് തോന്നി. അപ്പൊ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു, എന്തേ മുമ്പത്തേക്ക് ഇങ്ങനെ ഒരു തോന്നല് അല്ലെ, എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? അതോടുകൂടി എന്താ അങ്ങനെ ഒരു തോന്നലെന്ന് വന്നപ്പോ അത് ഞാൻ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞാണ് സുലൈഖാ ബീവി പെണ്ണുങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ഒരു സ്ഥലത്ത് കൊട്ടാരത്തില് സംഘടിപ്പിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂസുഫ് നബിയോട് പറഞ്ഞു, ഒരടി കൂടി ഒന്നാണ് ചെന്നാൽ പെയ്ക്കളാം. അപ്പൊ പെണ്ണുങ്ങളെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, കക്കിരിക്ക ഉണ്ടായിരുന്നു, കുറച്ച് തേനും ഉണ്ടായിരുന്നു. കക്കിരിക്ക അങ്ങനെ ചെത്തിയിട്ട് കത്തി കൊണ്ട് ചെത്തിയിട്ട് തേനിൽ മുക്കി തിന്നല്, ഇതായിരുന്നു സദ്യ കൊടുത്തിരുന്നത്. അങ്ങനെ എല്ലാവരും കക്കിരിക്ക ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂസുഫിനോട് ചെന്ന് അതിനാണ് പെയ്ക്കാറ്. അപ്പൊ യൂസുഫ് നബി അതിലാണ് പോയ സമയത്ത് ഐദിയഹുന്ന കൈ മുറിച്ചു. കാരണം എന്താ? യൂസുഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് ബാക്കിയുള്ള ചിന്തക്കണ് പോയിട്ട് ഫലമ്മാ റഅയ്നഹു അക്ബർനഹു എന്നുള്ള ഖുർആനിൽ പറഞ്ഞിരിക്കണേ. ഫലമ്മാ റഅയ്നഹു, യൂസുഫിനെ കണ്ടപ്പോ അക്ബർനഹു, യൂസുഫിനെ അക്ബറായിട്ട് കണ്ടു. അപ്പൊ വഖത്തവനായിരിയഹുന്ന, ശ്രദ്ധ മുഴുവൻ യൂസുഫിലേക്കായി. വേറെ ആരിലും ശ്രദ്ധയില്ലാതെ യൂസുഫിന് മാത്രം ശ്രദ്ധയായി. വഖത്തവനായിരിയഹുന്ന, കയ്യൊക്കെ മുറിക്കാൻ തുടങ്ങി. വഖുൽനാ ഹാശലില്ലാ മാ ഹാദാ ബശർ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇതൊരു മനുഷ്യന്റെ കുട്ടിയല്ലട്ടോ, ഈ പോണത് ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന മാലാഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യാണ് മുറിച്ചു. കയ്യൊക്കെ ചെത്തി, കക്കരിക്ക മാത്രമല്ല കയ്യുമൊരു ചെത്തി മുറിച്ചു എന്നാണ്. കാരണം എന്താ? അക്ബർനഹു. അപ്പൊ യൂസുഫിൽ ശ്രദ്ധയാണ് കേന്ദ്രീകരിച്ചു, മുഴുവൻ ശ്രദ്ധ യൂസുഫിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ ബാക്കിയുള്ളതിനൊക്കെ ചിന്ത അങ്ങോട്ട് പോയിന്നാ. എന്തേ പറയാൻ കാരണം? അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അക്ബർനഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല അള്ളാഹു തആല അവിടെ. ഈ അക്ബർ ഉണ്ടല്ലോ, അള്ളാഹു അക്ബർ എന്ന് വരുന്നതോടുകൂടി ബാക്കിയുള്ളതിന്റെ ഒക്കെ നേരെ നമ്മളെ ശ്രദ്ധ തെറ്റുന്നു, അള്ളാഹുവിന് മാത്രം ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തയാണ്, ഇങ്ങനെയുള്ള ചിന്ത അള്ളാഹിനെ മാത്രം എന്നുള്ള വിചാരത്തിലേക്ക് എത്തലാണ് തൗഹീദിന്റെ പൂർണ്ണത. എന്നിട്ട് പിന്നെ നമ്മൾ അള്ളാഹുവിനെ ഈ രീതിയിൽ മനസ്സിലാക്കിയ പിന്നെ സൃഷ്ടികളെ മനസ്സിലാക്കണം. എന്താണ് സൃഷ്ടികളെ മനസ്സിലാക്കുക പറഞ്ഞാല്? സൃഷ്ടികളെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. നമ്മളൊക്കെ ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. അത് ശാരീരികമായ കഴിവിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ. ഞാനിങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ഉപ്പുഞ്ചാക്കുണ്ട്. ആ ഉപ്പുഞ്ചാക്ക് എന്നോടൊരാൾ പറഞ്ഞു, അതൊന്നും തലയിൽ കുടിച്ചേരും തന്നു, എന്നെ കൊണ്ട് കഴിയൂല പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന അപ്പുറത്തൊരാൾ നിങ്ങളുടെ എന്താ നിൽക്കണമെന്ന് വെച്ചു, ഈ ഉപ്പുഞ്ചാക്കും തലയിൽ കൂടെ ഇവർ വളരെ ഈസി ആയിട്ട്. കാരണം ശാരീരികമായ കഴിവ് എന്നെ അപേക്ഷിച്ച് ഇവർക്ക് അധികം അല്ലേ. എന്റെ ശരീരം കൊണ്ട് ഇന്നെ കൊണ്ട് അത് താങ്ങാന്ന് വെച്ചാൽ ശാരീരികമായിട്ട് എന്നേക്കാണ് ശക്തിയുള്ള ആൾ വന്നപ്പോൾ ഈസി ആയിട്ട്. ഒരു കുട്ടി ഇങ്ങനെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, പെണ്ണും കടലാസും പിടിച്ചിങ്ങാണ്ട് ചിത്രം വരക്കാൻ. ഒരു ചിത്രം വരക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാം. പെണ്ണും കടലാസും പിടിച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരമോളം ഇരുന്നിട്ടും ചിത്രം ഉണ്ടാവില്ല. അങ്ങനെ മൂപ്പരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നാടെ, എന്താ കാക്കാൻ നേരം വെളുത്ത് വൈകുന്നേരമോളം ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, പെണ്ണും കടലാസും പിടിച്ചാൽ എന്താ പരിപാടി ചോദിച്ചു. കുട്ടി ഞാനൊരു ചിത്രം വരക്കാൻ വേണ്ടിയിട്ട്. അന്നവർ പെണ്ണും കടലാസ് പറഞ്ഞ 2 വര വരച്ചപ്പോൾ മൻമോഹൻ സിംഗിന്റെ മുഖം, മൻമോഹൻ സിംഗിന്റെ തലീക്കടൊക്കെ പോകണം, ഇങ്ങനെ ഒരൊറ്റ വരവുണ്ട് അല്ലേ. ആ കുട്ടിന്റെ കഴിവാണല്ലോ ഇപ്പൊ അത്. ഈ തന്ത ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം വെളുത്ത് വൈകുന്നേരമോളം ഇരിക്കാൻ തുടങ്ങി അല്ലേ. ഇവിടെ പിന്നെ ഇറാനിലുണ്ടായിരുന്ന ഒരു രാജാവ്, ഖാജായി രാജവംശത്തിലെ ഒരു രാജാവ്, മൂപ്പര് കവിത എഴുതാൻ പൂതിയായിട്ട് മൂപ്പര് പെണ്ണും കടലാസിട്ടാണ് ഇങ്ങനെ ഇരുന്നു. അവസാനം ദർജഹാൻ ചു ഹുസ്നെ യൂസുഫ് കസനദീദ്, ദർജഹാൻ ചു ഹുസ്നെ യൂസുഫ് കസനദീദ്. വൈകുന്നേരമോളം എന്നിട്ട് എഴുതിയിട്ട് ഇത്ര വന്നു, മുഴുവനാക്കാൻ പറ്റണില്ല. അതിലൊരു കവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വന്നാറുണ്ട്, ഇതൊന്ന് മുഴുവനാക്കൊണ്ടാണ്. കവിത വാങ്ങിക്കൊണ്ട് ദർജഹാൻ ചു ഹുസ്നെ യൂസുഫ് കസനദീദ് ഹുസ്നെ ആൻ ദാറദിക യൂസുഫ് ആഫരീദ്. ക്ലാസ്സൊക്കെ ഒപ്പിച്ചാണ് അപ്പൊ തന്നെ എഴുതി കൊടുത്തു. കാരണം മൂപ്പർക്ക് കവിത ഉണ്ട്, രാജാവിന് കവിത അല്ല. അപ്പൊ കവിതാശേഷി കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ, യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന് കാണില്ല പക്ഷേ ഒന്നോർക്കണം, യൂസുഫൻ സൃഷ്ടാവിൻ
സൗന്ദര്യം എത്രയെന്ന് അതിന്റെ അർത്ഥം. കണ്ടില്ല ഞാനിങ്ങു ദർജഹാൻ ഷോ ഹുസ്ന യൂസുഫ് കസ്നദീദ് ഹുസ്ന ആൻ ദാരദ് യൂസുഫ് ആ ഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്. കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. ആൾക്കാരുടെ ഇടയിലെ വ്യത്യാസം പലരും പല നിലക്കാണ്. ശാരീരികമായ കഴിവില്, മാനസികമായ കഴിവില്, വൈജ്ഞാനികമായിട്ടുള്ള കഴിവില്, സാഹിത്യത്തിലുള്ള കഴിവിലൊക്കെ ആൾക്കാർ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം എവിടെയുണ്ട്? ഈ വ്യത്യാസം മനുഷ്യന്മാർക്കിടയിൽ ആത്മീയമായ കഴിവിലുണ്ട്. ഈ ആത്മീയമായ കഴിവുണ്ടല്ലോ, ആത്മീയമായ കഴിവില് ആളുകൾ ഏറ്റവ്യത്യാസമുള്ളവരാണ്. എല്ലാവരും തുല്യരല്ല. അപ്പോ ആത്മീയമായ കഴിവില് ഏറ്റവ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവുമ്പോഴേ ശാരീരികമായ കഴിവില് ഏറ്റവ്യത്യാസമുള്ള ആൾക്കാരെ കുറഞ്ഞവർക്ക് ആശ്രയിക്കേണ്ടി വരൂലേ? അല്ലേ? കവിത എഴുതാനിരുന്ന ആൾക്ക് കവിത ഒപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റേ കവിയെ ആശ്രയിക്കേണ്ടി വന്നു, കവിത ഉള്ളവനെ ആശ്രയിക്കേണ്ടി വന്നു. പുഞ്ചാക്കേറ്റുന്ന സമയത്ത് പൊന്താത്തവനെ മറ്റവനെ ശക്തി കൂടുതലുള്ളവനെ ആശ്രയിക്കേണ്ടി വന്നു. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ശാരീരികമായ കഴിവില് അതുപോലെ തന്നെ മാനസികമായ കഴിവിലൊക്കെ കഴിവ് കുറഞ്ഞവരെ കഴിവ് കൂടിയവരെ ആശ്രയിക്കേണ്ടി വരുന്നത് പോലെ മനുഷ്യന്മാരുടെ ഇടയിൽ ആരുണ്ട്? കഴിവുള്ള ആൾക്കാർ, കൂടുതലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും തുല്യരല്ല. അപ്പോ എങ്ങനെ? അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നില്ലേ? പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ റസൂലുള്ളാഹിനെ പറ്റി സാധാരണ മനുഷ്യൻ എന്ന് പറയില്ലേ? അതാണ്. അതെന്താ? റസൂല് പറഞ്ഞാൽ നമ്മളമാതിരി മനുഷ്യൻ തന്നെ. റസൂല് പറഞ്ഞാൽ അത് നമ്മളമാതിരി മനുഷ്യൻ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളമാതിരിയുള്ള മനുഷ്യനാണ്, മനുഷ്യനാണ്. പക്ഷെ നമ്മളമാതിരിയുള്ള മനുഷ്യനല്ല, വ്യത്യാസമുള്ള മനുഷ്യനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാലേ, നിസ്കരിക്കാൻ നോക്കുമ്പോൾ അല്ലാഹു അക്ബർ അങ്ങനെ അത്തഹിയ്യാത്തിരിക്കുന്നതിന് ശേഷം അത്തഹിയ്യാത്തിരിങ്ങനെ ഇരിക്കുന്ന നേരത്തെ മുമ്പിൽ കൂടി മയമാക്കം കൊണ്ട് മയമാക്ക അസ്സലാമു അലൈക്കും എന്ന നമസ്കാരം പാത്തിലായി അല്ലേ? നമ്മുടെ മുമ്പിൽ കൂടി മയമാക്കം ഇങ്ങനെ പോവുകയാണേ. മയമാക്കാനോട് മയമാക്ക അസ്സലാമു അലൈക്കും എന്ന നമസ്കാരം പാത്തിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ നിസ്കാരം അപൂർണമായി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ചെന്നെ പറയണം. അയ്യുഹൻ നബിയ്യു എന്ന് റസൂലിനെ വിളിച്ചു പറയണ്ടേ? അപ്പൊ നിസ്കാരത്തില് വേറുള്ളവരെ വിളിച്ച് സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലായി. ഏത് മനുഷ്യനെ വിളിച്ചാണ് സംസാരിച്ചാലും നിസ്കാരം ബാത്തിലായി. റസൂലുള്ളാഹിനെ വിളിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം അപൂർണമായി. ഇതിനെങ്ങനെ സാധാരണ മനുഷ്യൻ വരാം അല്ലെ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് റസൂലിനെ വിളിച്ച് പറയണ്ടേ? എന്താ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതാ ചോദിക്കുക. കുലിന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. എന്താ ഇതിന്റെ അർത്ഥം? കുലിന്നമാന ബശറും മിസ്ലുക്കും എന്നത് മുഖവുരയാണ്. ആ മുഖവുര പറയുന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്കസ് തരം വന്നാലേ അല്ലേ, ഒരു സർക്കസ് തരത്തിൽ എങ്ങനെ വന്നു? നമ്മളായിട്ട് സർക്കസ് കളിച്ചാൻ വേണ്ടിയിട്ട് വന്നു സർക്കസ് തരം. അങ്ങനെ സർക്കസ് തരം ഇങ്ങനെ വന്നുകാണ്ട് നമ്മള് മുമ്പിൽ ഇങ്ങനെ ഒന്നിങ്ങാണ്ട് പറയാം, ഒരു വെള്ളക്കടലാസിന് കാണിച്ചു തന്നുണ്ട്. ഇതെന്താണ്? ഇത് കേവലം ഒരു വെള്ളക്കടലാസ് മാത്രം. കണ്ടില്ലേ? ഇത് കേവലം ഒരു വെള്ളക്കടലാസ്. കണ്ടില്ലേ? കേരളം ഒരു വെള്ളക്കടലാസ്. ഇങ്ങനെ വെള്ളക്കടലാസ് കഴിഞ്ഞ് പിന്നെ ഇതിനാ വെള്ളക്കടലാസ് എന്നാണ് മൂപ്പർക്ക് കീസിലിട്ട് കുടി പോകാനല്ല. വെള്ളക്കടലാസാണെന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ വെള്ളക്കടലാസ് 100ന്റെ നോട്ടായിട്ട് കാണിച്ചു തരും. ആ വെള്ളക്കടലാസാണ് 100ന്റെ നോട്ടായി കാണിച്ചു തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇത് വെള്ളക്കടലാസാണെന്ന് ബോധ്യപ്പെടുത്തണ്ടേ അല്ലേ? ആദ്യം വെള്ളക്കടലാസാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഈ വെള്ളക്കടലാസാണ് 100ന്റെ നോട്ടാക്കിയിരിക്കണമെന്ന് മനസ്സിലാക്കി തരാന്. അതിനു വേണ്ടിയിട്ടുള്ള മുഖവുരയാണ്. പരിശുദ്ധ ഖുർആനിൽ നോക്കി മൂസാ നബി അലൈഹി സ്വലാം മദീനയിൽ നിന്ന് പോരുന്ന സമയത്ത് ഭയങ്കര കൂരിരുട്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഒപ്പണ്ടേ. അങ്ങനെ പോരുന്ന സമയത്ത് ആടുകളുണ്ട് എന്നൊക്കെ പറയുന്നത് ഒപ്പം. ഏതായാലും അങ്ങനെ പോരുന്ന സമയത്ത് ഭയങ്കര ഇരുട്ട്, വെളിച്ചമൊന്നുമില്ല, നടക്കാൻ വെച്ച ഒന്നും കാണില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്തിന്റെ ഒരു തീ ഇങ്ങനെ കാണുന്നു. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇനി ആനസ്തു നാറൽ ലാലി, അതാ കുറച്ച് തീ കാണുന്നുണ്ട് അവിടെ. ഇനി ആനസ്തു നാറൽ ലാലി ആറ്റിക്കും മിന്നാദി ഖബസിനെ വജിദു അലന്നാരി ഹുദാ. ഞാൻ അവിടെ പോയിട്ടേ കുറച്ച് തീയിന് കൊണ്ടുവരാം, നമുക്ക് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് ഒരു തീക്കൊള്ളിന് കൊണ്ടുവരാം. ഇനി അതല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും, വഴിയൊക്കെ ചോദിക്കാൻ പറ്റുന്ന, ഞാൻ ചോദിച്ചു നോക്കിയിട്ട് വരാറ്. അങ്ങനെ ആ തീ കത്തുന്ന സ്ഥലത്തേക്ക് ചെന്ന സമയത്ത് ഒരു മരത്തിന്റെ അടുത്ത് തീ കത്തുന്നത്. ആ മരത്തിന്റെ പിന്നിൽ നിന്ന് ശബ്ദം, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി ഇന്ന الساعة ആതിയത്തുൻ ലാ റൈബ ഫീഹാ അകാദു ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ശബ്ദം ഇങ്ങനെ കേൾക്കുക. മൂസാ നബി അവിടെ ചെന്നപ്പോ തീയ താണ്ടോടുന്ന് ഒച്ച കേൾക്കുക. ഇന്നനി അനല്ലാഹ്, ഞാൻ അള്ളയാണ് കേൾക്കണതേ.
അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല അവിടെ വെച്ചിട്ടാണ് പ്രവാചകത്വം കൊടുക്കുന്നത്. മൂസാ നബിയെ പ്രവാചകനായിട്ട് വസ്തനാഴ്ത്തുക്കരിക്കരി എന്ന് പറഞ്ഞാണ് മൂസാ നബിയോട് പറഞ്ഞു. അപ്പൊ മൂസാ നബിയോട് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, മാഫി യമീനിക യാ മൂസ, എന്താ വലത്തേക്കതിര് മൂസേ? മൂസാ നബി പറഞ്ഞു, ഈ അസായത്തിന്റെ വടിയാണ്, അതൊക്കെ വരിക, ഞാൻ കുത്തിപ്പിടിച്ചിങ്ങനെ നടക്കലുണ്ട്. വാഹുഷിബിയാല വനമി, ആടുകൾക്ക് ഇലയൊക്കെ ഇങ്ങനെ കുഴിച്ചടിച്ചു. വാഹു വലിയ ആ വായു ബൂഹറ, വലിയ ഒരുപാട് ഉപയോഗമുണ്ട്, വടിയല്ലേ. അത് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, അൽഖിഹാ യാ മൂസ, മൂസേ അതങ്ങോട്ട് ഇട്ടാ, താഴത്തേക്ക് ഇട്ടാ, അതൊന്ന് താഴെ ഇടൂ. ആ വടി താഴെയിട്ടപ്പോൾ അതൊരു സർപ്പമായിട്ട് ഇഴയാൻ തുടങ്ങി. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഈ വടിയാണ് സർപ്പമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു തആല അത് വടിയാണെന്നുള്ള കാര്യം മൂസാ നബിയെ ഒന്ന് ധരിപ്പിക്കുകയാണല്ലോ ആദ്യം ചെയ്തത്. അത് എന്തിനു വേണ്ടിയാ? വടിയാണെന്ന് പറഞ്ഞാണ്ട് പോകാനല്ല, വടി പിന്നെ പാമ്പാക്കാൻ പോകുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാ. അതേപോലെ അല്ലാഹു തആല പറയാണ്, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന് നബിയോട് പറയാ. എന്ത് പറയാൻ വേണ്ടിയിട്ട്? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അസാധാരണത്വം പറയാൻ വേണ്ടിയിട്ടുള്ള മുഖവരിയാണ് ഇന്നമാന ബശറും മിസ്ലുക്കും എന്ന് പറയുന്നത്. സർക്കസുകാരൻ കടലാസാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ പോലെ ഇത് മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പിന്നെ റസൂലുള്ളാഹിന്റെ അസാധാരണത്വമാണ് പിന്നെ പറയുന്നത്. യൂഹായിലിയ്യ, റസൂലിന് വഹയി കിട്ടുന്നു എന്ന് പറയുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അസാധാരണമായി. അപ്പൊ സാധാരണ മനുഷ്യൻ ഇങ്ങനെ പറയാൻ പറ്റുമോ റസൂലുള്ളാഹിനെ പറ്റി? സാധാരണ മനുഷ്യൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റിയുള്ള മതിപ്പ് മനസ്സിലില്ലാതാവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി കണ്ടോ, തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് തെറ്റ് ചെയ്യും റസൂൽ എന്നൊക്കെ പറയണേ. റസൂല് പൂർണ്ണനാണെന്ന് പറയണില്ല. റസൂൽ അപൂർണനാണ്, തെറ്റ് ചെയ്യുന്ന ആളാണ് അവരൊക്കെ പഠിപ്പിക്കണേ. മുജാഹിദായിട്ട് ജമാഅത്തായിട്ടൊക്കെ അങ്ങനെ പറയണത് നോക്കി. ഞാൻ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്കാരനായ ഒരു 60 വയസ്സായ ഒരാൾ അങ്ങനെ എന്റെ അടുത്ത് വന്ന് എന്നെ കാണാൻ വന്നു. ഞാനും 20 വർഷം ഉണ്ടായിരുന്നു, 3-4 കൊല്ലം. ജമാഅത്തിലെ കോളേജിൽ പഠിപ്പിച്ചാൽ ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ശാന്തപുരം കോളേജാണ് ജമാഅത്തിലെ കോളേജ്. അവിടെ 4 കൊല്ലം പഠിപ്പിച്ച ആളാണ് ഞാൻ. നമ്മളിതിലൊക്കെ പോയി വന്നതാണ്, അതുകൊണ്ടായി പറയുന്നത്. അവിടെ എന്നിട്ട് ഇങ്ങനെ മൂപ്പര് എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് എവിടെ ഹംസ സാഹിബ് പറഞ്ഞപ്പോ എന്നെ കണ്ടു. നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കാരണം. അത് എന്തേ ചോദിച്ചു. ഞാൻ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് കാരണം. എന്തിപ്പോ അങ്ങനെ ഈ 60-ാം വയസ്സിൽ ആകാണ്, ഈ കുറച്ച് നേരത്തെയാണ് ഈ തിരക്കുള്ള, ഈ അവസാന കാലത്ത് എന്തിപ്പോ തയ്യെന്ന് ചോദിച്ചു. എന്റെ മോൻ പഠിക്കുന്നത് ഇവിടെ മറ്റേ ശാന്തപുരം കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കാരണം. അപ്പൊ ശാന്തപുരം കോളേജിൽ കുട്ടി പഠിക്കേണ്ടി വിചാരിച്ചു നിങ്ങളെന്തിനപ്പോ ആകാൻ പോണത്? അപ്പൊ ക്രിസ്ത്യാനികളെ സ്കൂളിലൊക്കെ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കല്ലേ, അതനുസരിച്ച് അതുകൊണ്ടാകല. ഏതായാലും നിങ്ങളെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് വിയോജിപ്പുണ്ട്, ദേഷ്യമൊന്നുമില്ല, ആരോടും ദേഷ്യമില്ല. ഈ ബിലീസിനോട് വരെ നമുക്ക് ദേഷ്യമില്ല. ഇതിനെ കേട്ടോ. അതുകൊണ്ട് പിന്നെ വിയോജിപ്പുണ്ട് കാരണം. അതെന്താ വിയോജിപ്പുണ്ടെന്ന് പറയാൻ കാരണം? വിയോജിപ്പുണ്ട്. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയേക്കാൾ വലിയത് അബൂലാല മൗദൂദി അല്ലേ എന്ന് വെച്ചു. അബൂലാല മൗദൂദി റസൂലിനേക്കാൾ വലിയതോ? ഒരിക്കലും അല്ല ആണ് പറയാന്. അത് തങ്ങൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്തങ്ങൾ അങ്ങനെ പറയണത്? ഞാൻ പറഞ്ഞുതരാം. അള്ളാഹിന്റെ റസൂല് തെറ്റിയോന്ന് വെച്ചു. തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തിക്കണോ? ചെയ്തിക്കണ്. എത്ര ചെയ്തിക്കണ്? കുറെ ചെയ്തിക്കണ്. ഉദാഹരണം പറയാൻ പറ്റുമോ? ഉദാഹരണം പറയാൻ പറ്റും. എന്താ ഒന്നാമത്തെ ഉദാഹരണം? അബസവത്തവല്ല അൻജാഹുൽ അഅ്മാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുറൈശി പ്രമുഖന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന അന്ധനായ സഹാബി വന്നു. സഹാബി വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് വല്ലാതെ ശ്രദ്ധിച്ചു നോക്കിയില്ല. കാരണം എന്താ? ഖുറൈശി പ്രമുഖന്മാരോട് ഇസ്ലാമിനെ പറ്റി സംസാരിക്കുകയാണ്, അള്ളാഹിനെ പറ്റി സംസാരിക്കുകയാണ്, തൗഹീദിനെ പറ്റി സംസാരിക്കുകയാണ്. ഇത് ഒരിക്കൽ മനസ്സിലായ ഒരു സ്വീകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഇടയിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമാണെന്ന് റസൂൽ അങ്ങനെ വല്ലാതെ ശ്രദ്ധിച്ചില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അബസവതവല്ല അൻജാഹുൽ അഅ്മാ, അന്ധനായ ആള് വന്നപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു. കണ്ടോ, റസൂലുള്ളാഹിന്റെ അടുത്ത് പറ്റിയ തെറ്റല്ലേ? ആ തെറ്റിന് റസൂലുള്ളാഹിനെ അള്ളാഹ് ആക്ഷേപിച്ചില്ലേ എന്നാ ചോദ്യം. എന്താ പൊതു സംഗതി? വളരെ സിമ്പിളല്ലേ കാര്യം. നമ്മളെ കുടിയിലെ നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നുകാണ്ട് നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കാം വേറെ ആൾക്കാരോട്. ബിസിനസ് ഏതാന്ന് നോട്ടിക്കോളി. അങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടി വന്നാണ് വടി കയറി കുത്തിരിക്കുമ്പോൾ പാപ്പാരോട് ഇപ്പൊ ഒന്നാണ് തേക്കാം, ഞാൻ പിന്നെ വിളിച്ചോളാം, അല്ലേ? ഇപ്പം മഴയെടുക്കാൻ തേക്കാം, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് ആ കുട്ടിയെ അവഗണിക്കലാണോ?
ഇത് കുടിയിൽ തന്നെയുള്ള കുട്ടിയല്ലേ, പുറത്തുനിന്ന് വന്നവരെ കൈകാര്യം ചെയ്യല്ലേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ മഹത്വം പരിശുദ്ധ ഖുർആനിൽ ലോകാവസാനം വരെ ആ പേര് ആ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി അള്ളാഹു തആല ചെയ്തതാ. ഇത് റസൂൽ ഇടക്കിടക്ക് പറയലുണ്ടേ, എന്റെ റബ്ബി എന്നെ ആക്ഷേപിക്കാൻ ഹേതുവായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമേ എന്ന് റസൂൽ വിളിക്കലുണ്ട് മുമ്പേ. അതിനു വേണ്ടിയിട്ടാ. എന്നിട്ട് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാണ്ട് വ്യാഖ്യാനിച്ചാലോ ഇത് തെറ്റാ. അപ്പോ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തക്കാരായ ആൾക്കാരൊക്കെ ഉണ്ടാവും. പരിയിൽ തന്നെ ആരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിഥികളൊക്കെ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഭക്ഷണം അവർക്കാണ് കൊടുത്താണ് ഓരോ പറഞ്ഞേക്കെ നമുക്ക് പിന്നെ വെക്കാന്നൊക്കെ തീരുമാനിക്കൂലേ. അത് നമ്മളെ പെരയിലുള്ളവർ അവഗണിക്കാൻ അറിയില്ല. അവനാന്റെ വീട്ടിലുള്ള കാര്യം അപ്പൊ പുറത്തുള്ള ആൾക്കാർ കൈകാര്യം ചെയ്തപ്പോ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഇത് അള്ളാഹുവിന്റെ റസൂലിനോട് തെറ്റുപറ്റിയില്ലേന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 2-3 കാര്യം എടുത്താണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിർത്തി അള്ളാന്റെ റസൂല് തെറ്റിയതൊന്ന് കേൾക്കാൻ വല്ലാത്തൊരു ഇടങ്ങേറ്. അതുകൊണ്ടേ ഇനി നിങ്ങൾ നിർത്തി. ഇനി അബുല്ലാല മൗദൂദിന്റെ 3 തെറ്റ് പറയുന്നതാണ്. മൗലാനെ പറ്റി പറയാൻ കിട്ടുന്നില്ല. അബുല്ലാല മൗദൂദി മൗലാന അബുല്ലാല മൗദൂദി മൂപ്പരൊരു 3 തെറ്റ് പറയും. മൗലാനന്റെ തെറ്റ് പറയാൻ കിട്ടണില്ല. അതെന്താ കിട്ടാത്തത്? റസൂലുള്ളാഹിന്റെ 3 തെറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇനി അബുല്ലാല മൗദൂദിന്റെ 3 തെറ്റ് പറയും. മൗലാനെ പറ്റി പറയാൻ കിട്ടണില്ല. അപ്പൊ എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിമർശന ബുദ്ധിയാ നോക്കി അല്ലേ? റസൂലുള്ളാഹിനെ വിമർശന ബുദ്ധിയാ നോക്കിയപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് തെറ്റുണ്ട് എന്ന് തോന്നി. അതേസമയത്ത് അബുല്ലാല മൗദൂദിയെ വിമർശന ബുദ്ധിയാ നോക്കിയില്ല. റസൂലിന്റെ അടുത്ത് തെറ്റ് പറ്റുമെന്ന് അബുല്ലാല മൗദൂദി പറഞ്ഞതാ തെറ്റെന്ന് പറയാനുള്ള മനസ്സില്ല. റസൂലിന്റെ അടുത്ത് തെറ്റുപറ്റുമെന്ന് അബുല്ലാല മൗദൂദി പറഞ്ഞതാ തെറ്റെന്ന് പറയുമ്പോ അബുല്ലാല മൗദൂദിനെ കുറ്റം പറയണ്ടേ? അതിന് മനസ്സ് വരുന്നില്ല. റസൂലിന്റെ അടുത്ത് തെറ്റുപറ്റുമെന്ന് പറയാം, പക്ഷെ അബുല്ലാല മൗദൂദിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റണില്ല. അപ്പൊ ഞാൻ മറുപടി എത്തിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിമർശന ബുദ്ധിയാ നോക്കി. വഅയ്നുരിളാ അൻ കുല്ലി ഐബിൻ കലീലത്തുൻ വലാകിൻ ഐന സുഖതി തുബദിൽ മസാവിയാനല്ലേ. വഅയ്നുരിളാ അൻ കുല്ലി ഐബിൻ കലീലത്തുൻ ഇഷ്ടമില്ലാതെ നോക്കിയാൽ, വഅയ്നുരിളാ അൻ കുല്ലി ഐബിൻ കലീലത്തുൻ ഇഷ്ടത്തോടു കൂടി നോക്കിയാൽ ഉള്ള തെറ്റും കാണൂല. വലാകിൻ ഐന സുഖതി തുബദിൽ മസാവിയാ ഇഷ്ടമില്ലാതെ നോക്കിയാൽ ഇല്ലാത്ത തെറ്റും കാണുകയും ചെയ്യും. അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവര്? നമുക്കൊരാളെ ഇഷ്ടത്തോടു കൂടി നോക്കിയാൽ ഓന്റെ അടുത്ത് തെറ്റും കുറ്റം കാണാൻ പറ്റൂല. ഇഷ്ടമില്ലാതെ നോക്കിയാൽ ഇല്ലാതെ തെറ്റും നമ്മൾ കാണുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിങ്ങൾ വിമർശന ബുദ്ധിയാ ഇഷ്ടമില്ലാതെ നോക്കിയപ്പോ റസൂലിന്റെ അടുത്തുള്ള തെറ്റങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക്? അബുല്ലാല മൗദൂദിയെ നിങ്ങൾ ഇഷ്ടത്തോടുകൂടി മാത്രമേ നോക്കണുള്ളൂ, ഇഷ്ടമില്ലാതെ നോക്കണില്ല. കൊണ്ട് മൂപ്പരെ തെറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റണില്ല. പയമറത്ത് എത്തിയില്ലേ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാണുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ കാണാൻ തുടങ്ങിയാൽ പിന്നെ റസൂലിനോട് മതിപ്പുണ്ടാവൂല, സ്നേഹം ഉണ്ടാവൂല. സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ന്യൂനതയില്ലാത്ത ഒരപൂർണതയുമില്ലാത്ത പൂർണ്ണനാണെന്ന് വരണം. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ച് യാസീൻ. എന്താ യാസീൻ എന്ന് പറഞ്ഞാല് അയ്യുഹൽ ഇൻസാനുൽ കാമിൽ. അയ്യുഹൽ ഇൻസാനുൽ കാമിലെ പൂർണ്ണ മനുഷ്യ, പെർഫെക്റ്റ് മാൻ, പെർഫെക്റ്റ് മാൻ, ഒരു ന്യൂനതയുമില്ലാത്ത പെർഫെക്റ്റ് മാൻ അല്ലേ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു തആലയാണ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് പർസോന കൊടുക്കണതേ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. പിന്നെ അല്ലാഹു തആല പറയണേ വലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഉത്തമ മാതൃക എന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഒരു തെറ്റുമില്ലാത്ത, ഒരു കുറ്റമില്ലാത്ത, ഒരു ന്യൂനതയില്ലാത്ത ആളാവണ്ടേ? ആ റസൂലിൽ കുറ്റുണ്ട്, തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂല് മാതൃകയാണെന്ന് പറയുമ്പോൾ തെറ്റിനും മാതൃകയാവുന്നല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഉസ്വത്തുൻ ഹസന എന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള റസൂലിനെ മനസ്സിലാക്കണില്ല. ഈ മാത്രമല്ല റസൂൽ പറഞ്ഞ ആരാ എന്നിട്ട് പറയും, ബടിയും പറഞ്ഞിട്ടുണ്ടാവും, പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോ. വലാ തുത്റൂനീക മാത്രത്തിൻ നസാറ ഈസബിനു മറിയം. സ്ഥിരായിട്ടോടുന്ന ഹദീസാണ്. വലാ തുത്റൂനീക മാത്രത്തിൻ നസാറ ഈസബിനു മറിയം. ഈസാ നബിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുതെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ റസൂലിനെ എന്തിനാ പുകഴ്ത്താൻ നിൽക്കണത്? പിന്നെന്തിനാ റസൂലിന് പിന്നെ മധുഹൊക്കെ പറയാൻ നിൽക്കണത് എന്നാ ചോദിക്കാം. റസൂലുള്ളാഹിന്റെ മധു വരാൻ എന്തിനാ നിൽക്കണത്? എന്നെ ക്രൈസ്തവർ ഈസാ നബിയെ വാഴ്ത്തിയതുപോലെ വാഴ്ത്തരുതെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. നല്ല മനസ്സിലാക്കണം. ഈസാ നബിയെ ക്രൈസ്തവർ വാഴ്ത്തിയതുപോലെ വാഴ്ത്തരുത് എന്നാ പറഞ്ഞത് അല്ലേ? വലാ തുത്റൂനി എന്നെ നിങ്ങൾ അമിതമായി വാഴ്ത്തരുതേ. കമാ അത്രത്തിൻ നസാറ ഈസബിനു മറിയം. ഈസാ നബിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ വാഴ്ത്തിയതുപോലെ വാഴ്ത്തരുത് പറഞ്ഞാൽ വാഴ്ത്തരുത് എന്നർത്ഥം. ഈ ജാതി നോട്ടം എന്റെ നേരെ നോക്കരുത് പറഞ്ഞാൽ നോക്കരുത് എന്നർത്ഥം. ഈ അജാതി വർത്താനം എന്നോട് പറയരുത് കാരണം മുണ്ടരുതെന്നർത്ഥം. ആജാതി പറയരുതെന്നല്ലേ ഇതിനർത്ഥം? ആജാതി മുണ്ടരുതെന്നല്ലേ അർത്ഥം? മുണ്ടരുതെന്നല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഈസാ നബിയുടെ അനുയായികൾ അദ്ദേഹത്തെ വാഴ്ത്തിയതുപോലെയാണ് ഈസാ നബിയെ പറ്റി ദൈവപുത്രനാണെന്നാ പറഞ്ഞത്. ദൈവപുത്രൻ ദൈവമാകണ്ടേ?
ദൈവോത്തരം തന്നാ പിന്നെ ദൈവീകാരം. മനുഷ്യന്റെ കുട്ടി മനുഷ്യനാവണം, പാമ്പിന്റെ കുട്ടി പാമ്പായിരിക്കും, കോഴിയുടെ കുട്ടി കോഴിയായിരിക്കും, ആനയുടെ കുട്ടി ആനയായിരിക്കും, എരുമയുടെ കുട്ടി പോത്തോ എരുമയൊക്കെ ആയിരിക്കും, ആടിന്റെ കുട്ടി ആടായിരിക്കും. അപ്പൊ പിന്നെ പടച്ചവന്റെ കുട്ടി പടച്ചവനും ആവണ്ടേ? അപ്പോ ഈസാ നബി അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഈസാ നബി മറ്റൊരു പടച്ചവനാണെന്ന് അതിന്റെ അർത്ഥം. ഈ ജാതി വർത്താനം എന്നെ പറ്റി നിങ്ങൾ പറയതേ വഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാന്റെ അബ്ദാണ് എന്ന് നിങ്ങൾ പറയണം. അല്ലെ, അള്ളാന്റെ അബ്ദ എന്ന് പറയണമെന്നാ പറഞ്ഞത്. എന്താ അബ്ദ് എന്ന് പറഞ്ഞാല്? അബ്ദ് പറഞ്ഞാൽ അള്ളാന്റെ ദാസൻ. അള്ളാഹുവിന്റെ അബ്ദാവിനനുസരിച്ച് മനുഷ്യൻ ഉയരുകയാണ് ചെയ്യുക. അല്ലെ, അള്ളാന്റെ അബ്ദ് എത്രത്തോളം ആകുന്നു അതിനനുസരിച്ച് മനുഷ്യൻ ഉയരുകയാണ് ചെയ്യുക. മനുഷ്യന്റെ അബ്ദ് എത്രത്തോളമാകുന്നു അതിനനുസരിച്ച് താഴുകയാണ് ചെയ്യുക. ഇതാ രണ്ടു തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്റെ അടിമയാവനനുസരിച്ച് താണു വരും, അള്ളാന്റെ അടിമയാവനനുസരിച്ച് ഉയർന്നു പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു തആല രണ്ട് കാര്യം പ്രത്യേകം പറഞ്ഞു. രണ്ട് സന്ദർഭത്തിൽ അബ്ദ് എന്ന വാക്ക് പ്രത്യേകം പറഞ്ഞു. ഏതാ രണ്ട് സന്ദർഭം? ഒന്ന് അല്ലാഹു തആല ഖുർആൻ കൊടുത്തത്, ഖുർആൻ കൊടുത്തു. റസൂലുള്ളാഹിന്റെ മഹത്വം ഏറ്റവും ജ്വലിച്ചു നിന്ന രണ്ട് സന്ദർഭം. ഒന്ന് അല്ലാഹു തആല ഖുർആൻ കൊടുത്തു. മുസ്തഫായി കൂക്കെ ജിസ്മശ് ജാനബൂദ് താക റഹ്മാൻ അല്ലമൽ ഖുർആൻ ബൂദ്. മുസ്തഫായി കൂക്കെ ജിസ്മശ് ജാനബൂദ് താക റഹ്മാൻ അല്ലമൽ ഖുർആൻ ബൂദ്. അല്ലാഹു തആല ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് മുസ്തഫായുടെ ശരീരം പോലും ആത്മാവായി, ശരീരം ജിസ്മു പോലും റൂഹായി, ശരീരം പോലും ആത്മാവായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പൊ ഖുർആൻ കൊടുത്ത് പറഞ്ഞപ്പോ അല്ലാഹു തആല അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ആണോ, ആ വേദം കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ അബ്ദ് എന്ന് പ്രത്യേകം അല്ലാഹു തആല പറഞ്ഞേ. രണ്ടാമത്തേത് ഏതാ സന്ദർഭം? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആല കൊണ്ടുപോയില്ലേ? എപ്പോഴാ കൊണ്ടുപോയത്? എന്താ കൊണ്ടുപോകാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബ് എന്നൊരു വഫാത്തായി. എല്ലാ രക്ഷയും സാമ്പത്തിക സ്ഥിതിയൊക്കെ സൗകര്യമൊക്കെ ചെയ്തിരുന്ന ഖദീജ ബീവി ഭാര്യ വഫാത്തായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് തണലേകിയിരുന്ന സഹായം ചെയ്തിരുന്ന അബൂ താലിബ് എന്നൊരു വഫാത്തായി, ഖദീജ ബീവിയും വഫാത്തായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്സഹായാവസ്ഥയിലായിപ്പോ ഉച്ചവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാർ തായിഫിലുണ്ടെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്ന് നോക്കി. അവിടുന്നാണെങ്കിൽ സ്വീകരിച്ചില്ലാന്ന് മാത്രമല്ല എറിഞ്ഞാട്ടി കാലിന്റെ മേലൊക്കെ ഏറുകൊണ്ടിട്ട് രക്തമൊഴുകി. ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് മടങ്ങി വന്നതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, എന്റെ ഹബീബ് ഇങ്ങിടുവാ. അല്ലേ, കുട്ടികളൊക്കെ ഒരു കുട്ടി ഇങ്ങനെ നിന്നുകാണ്ട് കുട്ടി ഇങ്ങനെ പുറത്തിക്കണ സമയത്ത് ഒരു നായകൾ കുരച്ചു. നായി കുരച്ചപ്പോ കുട്ടി പേടിച്ചാണ് നേരോടിച്ചു. ഇമ്മ ചെന്നുകാണ്ട് കുട്ടിയെ വാരി എടുത്തുകാണ്ട് മാന്റെ കുട്ടി ഇങ്ങോട്ട് പോരേ എന്ന് പറയില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ബാക്കിയുള്ളവർ നിസ്സഹായരാക്കിയ സമയത്ത് അല്ലാഹ് പറഞ്ഞു, എന്റെ ഹബീബ് ഇങ്ങോട്ട് വാ, അള്ളാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുക. അതാ മിഅ്റാജ്. അള്ളാന്റെ സന്നിധിയിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. അല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നിശ്ചിതമായ പരിധിയിൽ സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് എത്തിയ സമയത്ത് എന്താ പറയുന്നത്? ഹത്താരി ബഹരിൻ നൂരി ജിബ്രീലു വഖഫ് في شته رعبا وودع وهتف دعني تقدم يا حبيبي لا تخف أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما. നല്ലേ മറുകാലി പാടിയത്? ഹത്താരി ബഹരി നൂരി ജിബ്രീലു വഖഫ്. പ്രകാശസാഗരത്തിന്റെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ നിന്നുപോയി. റൂബൻ ഭയവിഹ്വലനായി നിന്നുപോയി. നബിയെ പിരിയാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയാതെ ഇനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. എന്റെ ഹബീബേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ നമ്മക്ക് പറ്റൂല, നമ്മക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ പറ്റൂല. അങ്ങ് എന്നെ വിടുക, എന്നിട്ട് അങ്ങയുടെ നാഥനുമായി പോയിട്ട് അങ്ങ് സംഭാഷണം നടത്തിയിട്ട് വരിക. അടോ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് എന്താ? ആരാ ജിബ്രീൽ അലൈഹിസ്സലാം? അള്ളാന്റെ മുഖറമായ മലക്കാണ്, ഏറ്റവും സമീപസ്ഥനായ മലക്ക്. ഖുവ്വത്തിൻ ഇൻദൽ അർശി മക്കീൻ മുതാഇൻ സമ്മാമീൻ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കണേ.